السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم تبيض وجوه وتسود وجوه فأما الذين اسودت وجوههم وكفرتم بعد إيمانكم فذوقوا العذاب بما كنتم تكفرون. وأما الذين ابيضت وجوههم ففي رحمة الله هم فيها خالدون. تلك آيات الله نتلوها عليك بالحق وما الله يريد ظلما للعالمين. ഈ മഹത്തായ ദർഗയുടെയും മഹലിൻ്റെയും കരുത്തരായ നേതാക്കന്മാർ നമ്മുടെ ഇവിടെ അധ്യക്ഷ ഭാഷണം നടത്തിയ ആദരണീയനായ റഷീദ് ഹാജി അടക്കമുള്ള വളരെ പ്രഗത്ഭരായ കമ്മിറ്റി ഭാരവാഹികൾ, ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയരായ ഇവിടുത്തെ ശരീഅത്ത് കോളേജിൻ്റെ പ്രഗത്ഭനായ പ്രിൻസിപ്പൽ ഉസ്മാൻ ഫൈസി ഉസ്താദ് അടക്കമുള്ള, അതുപോലെ ഇവിടെ ഭക്തിനിർഭരമായ പ്രാർത്ഥന നടത്തിയവർ, നമ്മുടെ സഖാഫി ഉസ്താദ് അവർകൾ, അതുപോലെ എൻ്റെ അഭിനന്ദനായ ഒരു സുഹൃത്തും നമ്മളെ പോലെയുള്ള എത്രയോ രോഗികൾക്ക് സ്തുത്യർഹമായ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ അഭിനന്ദനായ സുഹൃത്ത് യൂണിറ്റി ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ക്ലിനിക് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഗത്ഭനായ ഡോക്ടർ ഹൈദർ, അതുപോലെ ഈ മഹത്തായ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഉലമാക്കൾ, ഉമറാക്കൾ, ഈ മഹത്തായ ഇൽമിൻ്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ സ്നേഹനിധികളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ സംഗമം സാലിഹായ അമലായി സ്വീകരിക്കുകയും നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരികയും ശിഷ്ടകാലം തെറ്റു ചെയ്യാതെ ജീവിക്കാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് പുഞ്ചിരിയോടെ ലോകത്തോട് വിട പറയാനും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ സംഗമം, നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്, നമ്മുടെ ഈ സദസ്സ്, ഇവിടെ എൻ്റെ വിശ്രമം കൊള്ളുന്ന ഖുത്ബുസ്സമാൻ സയ്യിദ് ഷരീഫ് മദനി ആ മഹാനുഭാവൻ്റെ ഹളറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. കാസർഗോഡ് എന്നല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, അതേപോലെ കർണാടകയുടെ എല്ലാ മുഖമൂലകളിൽ നിന്നും, ഇന്ത്യയുടെ തന്നെ വ്യത്യസ്തമായ മേഖലകളിൽ നിന്നും
ഈ മഹത്തായ മഖ്ബറ മസാർ ലക്ഷ്യമാക്കി ആയിരക്കണക്കിന് ആളുകൾ ദിവസവും കടന്നു വരാറുണ്ട്. അല്ലാഹു അവിടുത്തെ ബർസഖിയായ ലോകം ഉന്നതമായ ദറജ നൽകി, ഉന്നതമായ പദവി നൽകി അല്ലാഹു ഉയർത്തിക്കൊടുക്കട്ടെ. അവരുടെയൊക്കെ തണലിലായി ജീവിക്കാനും നാളെ പാരത്രിക ലോകത്ത് അവരുടെ കൂടെ സ്വർഗീയ ലോകം ആസ്വദിക്കാനും അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളിലെ തുടക്കത്തിലെ നിങ്ങൾ അറിയിക്കാനുള്ളത്, എനിക്ക് ശബ്ദത്തിന് വലിയ ഇടർച്ചയുണ്ട്, പ്രശ്നമുണ്ട്, തൊണ്ടയ്ക്ക് വേദനയുണ്ട്. പിന്നെ ഇത്രയും വലിയ ഞങ്ങൾക്ക് ഏറെ ബഹുമാനിക്കുന്ന, ഏറെ വരാൻ ആഗ്രഹിക്കുന്ന ഒരു മസാറിലെ ഒരു പരിപാടി ക്ഷണിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ഒഴിവുള്ളത് കൊണ്ട് കൊടുത്തതല്ല. മാസത്തിൽ ഒരു ദിവസമെങ്കിലും, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു ഒഴിവ് വെക്കാറുണ്ട്. അങ്ങനൊരു ദിവസമായിരുന്നു ഇത്. ഉപയോഗപ്പെടുത്താം എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ആഫിയത്തും ആരോഗ്യവും നിഅമത്തും എല്ലാം അല്ലാഹു നമ്മുടെ മരണം വരെ നിലനിർത്തി തരട്ടെ. നമ്മളിവിടെ ആദ്യമായി ഓതി വെച്ച പരിശുദ്ധമായ സൂറത്തു ആല ഇമ്രാനിലെ ഏകദേശം 106-ാമത്തെ ആയത്താണ്. യൗമ തബിയല്ലു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹുൻ. ചില മുഖങ്ങൾ നാളെ മഹ്ശറയിൽ പ്രകാശിക്കുമെന്നും വതസ്വദ്ദു വുജൂഹുൻ, ചില മുഖങ്ങൾ ഇരുണ്ട മുഖങ്ങളായി മാറുമെന്നുമാണ്. ചില മുഖങ്ങൾ നാളെ പാരത്രിക ലോകത്ത് പ്രകാശിക്കും. യൗമ തബിയല്ലു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ്, ചില മുഖങ്ങൾ കറുത്തിരുണ്ടു പോകും. ഫഅമ്മല്ലദീന, ആരുടെ മുഖമാണോ കറുത്തുപോയത്, ഫഅമ്മല്ലദീന സ്വദ്ദത് വുജൂഹുഹും, ആരുടെ മുഖം കറുത്തുപോയോ ഇരുണ്ടുപോയോ അവരോട് ചോദിക്കപ്പെടും, അകഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ വിശ്വസിച്ചതിന് ശേഷം സത്യനിഷേധം കാണിച്ചോ എന്ന്. സത്യം മനസ്സിലായിട്ടും അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ലേ എന്ന്. അകഫർതും ബഅദ ഈമാനിക്കും ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ, സത്യം മനസ്സിലായിട്ടും സത്യത്തെ നിഷേധിക്കാൻ നിങ്ങൾ ശ്രമിച്ചതിന്റെ പേരിൽ ഫദൂഖുൽ അദാബ, അല്ലാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞ് ആ ഇരുണ്ട മുഖങ്ങളെ അല്ലാഹു നാളെ പ്രത്യേകമായി ശിക്ഷ നൽകുമെന്നാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മോട് പഠിപ്പിക്കുന്നത്. ചില മുഖങ്ങൾ കറുക്കുമെന്നും ചില മുഖങ്ങൾ വെളുക്കുമെന്നും പ്രകാശിക്കുമെന്നുമാണ് പറഞ്ഞത്. കറുക്കാനുള്ള കാരണം അവരോട് അല്ലാഹു ചോദിക്കുന്നത്, അകഫർതും ബഅദ ഈമാനിക്കും, അല്ലാഹുവിൽ വിശ്വസിച്ചതിന് ശേഷം നിങ്ങൾ സത്യനിഷേധികളായി മാറിയോ? സത്യം മനസ്സിലായതിനു ശേഷം അല്ലാഹുവിനെ ധിക്കരിച്ചിട്ടുണ്ടോ എങ്കിൽ ഫദൂഖു, നിങ്ങൾ അനുഭവിക്കണം, ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ, അല്ലാഹുവിനെ നിഷേധിച്ചത് കാരണത്താൽ അല്ലാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ അനുഭവിച്ചോളൂ എന്നാണ് അല്ലാഹു അവരോട് പറയുന്നത്, കറുത്ത മുഖങ്ങളോട്. വഅമ്മല്ലദീന ബിയല്ലതു വുജൂഹുഹും, ആരുടെ മുഖമാണോ നാളെ പ്രകാശിപ്പിക്കപ്പെടുന്നത്, ഫഫീ റഹ്മത്തില്ലാഹ്, അവർ അല്ലാഹുവിന്റെ റഹ്മത്തിലാണ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിലാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അല്ലാഹു തആല ആ ഒരു അനുഗ്രഹങ്ങളിൽ ശാശ്വതരായി മരണമില്ലാതെ എന്നെന്നും സുഖങ്ങൾ ആസ്വദിക്കുന്നവരിൽ മുഖം പ്രകാശിപ്പിക്കുന്നവരെ ഉൾപ്പെടുത്തുമെന്നാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മോട് പഠിപ്പിച്ചു തരുന്നത്. ഞാനിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ആരുടെ മുഖമാണ് നാളെ പ്രകാശിപ്പിക്കപ്പെടുന്നത്, ആരുടെ മുഖമാണ് നാളെ കറുത്തുപോകുന്നത് എന്ന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഅറദുൽ ഫിതനു അലൽ ഖുലൂബി കൽ ഹസീരി ഊദൻ ഊദാ, നിങ്ങളിലേക്ക് ഫിത്നകൾ ഒന്നിനു പിറകെ ഒന്നായി കടന്നു വരുന്നൊരു കാലം വരാനുണ്ട്. തുഅറദുൽ ഫിതൻ,
ഫിത്നകൾ നിങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെടാനുണ്ട്, ഫിത്നകൾ നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട്. എങ്ങനെ? അലൽ ഖുലൂബി കൽ ഹസീരി ഊദൻ ഊദാ, നമ്മുടെ പായകളുടെ സ്ട്രോകൾ ഒന്നിന് പിറകെ ഒന്നായി വെക്കുന്നത് പോലെ, പായകളുടെ സ്ട്രോകൾ അഥവാ പായ വൈക്കോൽ ഉപയോഗിച്ചിട്ട് ഓല കൊണ്ടൊക്കെ നമ്മൾ പായ ഉണ്ടാക്കും. ആ പായ എങ്ങനെ ഉണ്ടാക്കും? ഒരു ഓല വെച്ചാൽ അടുത്ത ഓല, അത് വെച്ചാൽ അടുത്ത ഓല എന്നതൊക്കെ തുന്നിച്ചേർത്തിട്ടാണ് പായ ഉണ്ടാക്കുക. അതേപോലെ ഒരു ഫിത്ന കഴിഞ്ഞാൽ അടുത്ത ഫിത്ന, അത് കഴിയുമ്പോഴേക്കും അടുത്തത് വേറെ, അത് കഴിയുമ്പോഴേക്കും പിന്നെ വേറൊരു ഫിത്ന, ഇങ്ങനെ നിരന്തരമായ ഫിത്നകൾ. പായകളുടെ സ്ട്രോകൾ പോലെ ഒന്നിന് പിറകെ ഒന്നായി ഫിത്നകൾ നിങ്ങളുടെ ഖൽബിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു കാലം വരുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഫഅയ്യു ഖൽബിൻ ഉശ്രിബഹാ, ഈ ഫിത്നകളെല്ലാം ആർക്കെങ്കിലും രസകരമായി തോന്നുകയാണെങ്കിൽ, ഈ ഫിത്നകൾ ആളുകൾ വളരെ ആവേശത്തോടെ ഏറ്റെടുക്കുകയാണെങ്കിൽ, ഈ ഫിത്നകളിൽ ആളുകൾക്ക് ഹരം തോന്നുകയാണെങ്കിൽ, നുക്തത ഫീഹി നുക്തതുൻ സൗദാ, അല്ലാഹു തആല അവരുടെ ഖൽബുകളിൽ, അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു തആല കറുത്ത പുള്ളികളിട്ട് കൊടുക്കുമെന്നാണ്, ഇരുണ്ട അടയാളങ്ങൾ ഇട്ട് കൊടുക്കുമെന്നാണ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ആ ഫിത്ന ഒന്ന് കഴിഞ്ഞ് അടുത്തത്, അത് കഴിഞ്ഞ് അടുത്തത്. ഞാൻ സോഷ്യൽ മീഡിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ, കുറച്ചു മുമ്പൊക്കെ നമ്മളൊക്കെ ഉപയോഗിച്ചിരുന്ന, നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ അറിയാം, ഓർക്കൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു സോഷ്യൽ ആപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നിംബസ് എന്ന് പറയുന്ന സോഷ്യൽ ചാറ്റിങ്ങിന്റെ മറ്റൊരു ആപ്പ് വന്നു. അത് കഴിയുമ്പോഴേക്കും ഫേസ്ബുക്ക് വന്നു, പിന്നെ ഇൻസ്റ്റ വന്നു, ടിക്ടോക്ക് വന്നു, മ്യൂസിക്കലി വന്നു. ഇനി അത് മടുക്കുമ്പോഴേക്കും പുതിയ പുതിയ അപ്ഡേഷനുകളുമായി, പുതിയ ട്രെൻഡുമായി പുതിയ പുതിയ ആപ്പുകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. ആളുകൾക്ക് ഫേസ്ബുക്ക് മടുത്തു, അപ്പോഴേക്കും ഇൻസ്റ്റയിൽ സജീവമായി. ഇൻസ്റ്റാഗ്രാം മടുത്തു തുടങ്ങുമ്പോഴേക്കും ടിക്ടോക്ക് സജീവമായി. ഇനി ടിക്ടോക്കും മടുക്കാൻ പോവാണ്. അത് മടുക്കുമ്പോ പുതിയ അപ്ഡേഷനുമായി, പുതിയ ട്രെൻഡുമായി മറ്റു പുതിയൊരു ആപ്പ് വരും. അപ്പൊ ഇതിൽ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ ട്രാൻസ്ഫർ ആകും. ഇങ്ങനെയാണ് മനുഷ്യൻ നമ്മുടെ വിലപ്പെട്ട സമയങ്ങളൊക്കെ മൊബൈൽ ഫോണിലും സോഷ്യൽ ആപ്പുകളിലും ചെലവഴിക്കുന്നത്. ഏറ്റവും വലിയ ഫിത്നയാണ്. നാളെ മഹ്ശറയിലെത്തി അല്ലാഹുവിന്റെ സ്വർഗം ആസ്വദിക്കുന്നവർ വരെ ഖേദിക്കുന്നത് ഒരൊറ്റൊരു വിഷയത്തിലാണ്. സ്വർഗത്തെ കുറിച്ച് നമ്മൾ എന്താ പറയാ? വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുക്കും, നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും അവിടെയുണ്ട് എന്നാണ്. അവിടെ ടെൻഷൻ ഇല്ല, അവിടെ ദുഃഖമില്ല. എന്നാൽ സ്വർഗാവകാശികൾ വരെ സ്വർഗത്തിൽ ദുഃഖിക്കുന്നത് ദുനിയാവിൽ നഷ്ടപ്പെടുത്തിയ സമയത്തെ കുറിച്ചായിരിക്കുമെന്ന് മഹാന്മാർ പറയുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ സമയത്തെ കുറിച്ച് സ്വർഗാവകാശികൾക്ക് പോലും ദുഃഖമുണ്ടാകുമെന്നാണ്. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ, നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സമയത്തെ കുറിച്ചോർത്ത് സ്വർഗാവകാശികൾ പോലും ഖേദിക്കുമെന്നാണ്. അപ്പൊ നമ്മുടെ ഈ സോഷ്യൽ എന്റർടൈൻമെന്റ് ആപ്പുകൾ മുഴുവനും ഫിത്നയാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. അതൊക്കെ ഉപയോഗിക്കണോ വേണ്ടേ എന്നല്ല ഞാൻ പറയുന്നത്. ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മളുടെ മുമ്പിൽ ഒരു നിയന്ത്രണം അത്യാവശ്യമാണ്. ഒരു നിയന്ത്രണം, ആ ഒരു നിയന്ത്രണത്തിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷേ നിയന്ത്രണം വിട്ടാൽ നമ്മുടെ ഭാവി ജീവിതം തന്നെ തുലാസിലാകുന്ന രീതിയിൽ അപകടകരമായ ഒരു പ്രചാരണമാണ് ഇത്തരം ആപ്പുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫിത്നകൾ ഈ ഹദീസുമായി കമ്പയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മടുക്കുമ്പോ ഇനി ഒന്ന് മൊബൈൽ ഇട്ടിച്ചു പോകാമെന്ന്. അപ്പോഴേക്കും അതാ പുതിയൊരു ആപ്പുകൾ. നമ്മുടെ കുട്ടികളുടെ ഗെയിമുകൾ, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ കുട്ടികൾ കളിക്കുന്ന കമ്പ്യൂട്ടർ ഗെയിമുകൾ, ഒരു കളി നമ്മൾ നിരന്തരമായി കളിക്കുമ്പോൾ അത് മടുപ്പ് വരും. ആ മടുപ്പ് തോന്നിയാൽ നമ്മുടെ കുട്ടികൾ കമ്പ്യൂട്ടർ ഇട്ടേച്ച്, ഗെയിമുകൾ ഇട്ടേച്ച് അതിൽ നിന്ന് മാറി നിൽക്കുമെന്ന് നമ്മൾ വിചാരിക്കും. അപ്പോഴേക്കും ഇതാ പുതിയ ഗെയിമുകൾ. പബ്ജി, ഇപ്പൊ പബ്ജിയുടെ ട്രെൻഡാണ്. കുറച്ച് കഴിയുമ്പോൾ ബ്ലൂ വെയിലോ എന്തോ അങ്ങനെ ഒരു ഗെയിം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് മറ്റുള്ള ഗെയിമുകൾ, റൈസിങ്ങുകൾ,
ഫുട്ബോൾ ഗെയിമുകൾ, ക്രിക്കറ്റ് ഗെയിമുകൾ. മനുഷ്യന് മടുപ്പ് വരുമ്പോ അതിന്റെ കാലികമായ മാറ്റങ്ങളുമായി പുതിയ പുതിയ ഫിത്നകൾ നമ്മുടെ മുമ്പിലേക്ക് തുഅറദു എന്ന പദപ്രയോഗമാണ് അല്ലാഹുവിന്റെ ഹബീബ് ഉപയോഗിച്ചത്. തുഅറദു എന്ന് പറഞ്ഞാൽ എക്സ്പോസ് എന്നാണ്, പ്രത്യക്ഷപ്പെടുക എന്നാണ്. ഫിത്നയെ തേടി നമ്മൾ പോകേണ്ടതില്ല, ഫിത്ന നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഫിത്നകൾ ഒന്നിന് പിറകെ ഒന്നായി നമ്മുടെ ഖൽബിലേക്ക് കടന്നു വരുന്നൊരു കാലം വരാനുണ്ട്. മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് ഫിത്നകൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാലം വരാനുണ്ട്. നമ്മുടെ പായകളിലെ സ്ട്രോകൾ ഒന്നിനു പിറകെ ഒന്നായി അടുക്കി വെക്കുന്നത് പോലെ, അത് കഴിഞ്ഞാൽ തൊട്ടടുത്തത്, അത് കഴിഞ്ഞാൽ മറ്റൊന്ന്, ഈ രീതിയിൽ ഫിത്നകൾ കടന്നു വരുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. ഈ സമയത്ത് ഇതെല്ലാം ഒരു രസകരമായി ആളുകൾക്ക് തോന്നുകയാണ്. മൊബൈൽ ഫോണുകളും സ്മാർട്ട് ഫോണുകളും ഇന്റർനെറ്റ് സംവിധാനങ്ങളും അതിലുള്ള ഗെയിമുകളും ആപ്പുകളും എല്ലാം ആർക്കെങ്കിലും ഒരാൾക്ക് രസകരമായി തോന്നുകയാണ്, അതിൽ ആനന്ദം കണ്ടെത്തുകയാണ്, അതിൽ ഹരം പിടിക്കുകയാണെങ്കിൽ അല്ലാഹു തആല അത്തരം ആളുകളുടെ ഹൃദയങ്ങളിൽ ഇരുണ്ട അടയാളങ്ങൾ, കറുത്ത അടയാളങ്ങൾ അല്ലാഹു രേഖപ്പെടുത്തി വെക്കുമെന്നാണ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനി ഇത്തരം സാഹചര്യങ്ങളിൽ ആരാണോ ഇത്തരം സമയങ്ങളിൽ ഫിത്നകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എന്റെ വിലപ്പെട്ട സമയം ഞാൻ ഈ അരുതായ്മകളിൽ ചെലവഴിക്കൂല, എന്റെ വിലപ്പെട്ട സമയങ്ങളിൽ തോന്നിവാസങ്ങളിൽ ഞാൻ ചെലവഴിക്കൂല എന്ന് പറഞ്ഞ് ആരാണോ മാറി നിൽക്കുന്നത്, അത്തരം ആളുകളുടെ ഹൃദയങ്ങളിൽ അല്ലാഹു പ്രകാശം പരത്തുമെന്ന്, വെളിച്ചം നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഓർക്കണം നമ്മൾ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞൊരു ഹദീസ് ഓർക്കണം നമ്മൾ. നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല ഇത്തഖു ദുനിയ, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണം. ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖലിറ, ദുനിയാവെന്ന് പറയുന്നത് ഹുൽവ, അതൊരു മാധുര്യമുള്ളതാണ്. ഖലിറ, പച്ചപ്പ് നിറഞ്ഞതാണത്. നല്ല മനോഹരമായ, ഹൃദയത്തെ ഹഠാതാകർഷിക്കുന്ന പച്ചപ്പ് നിറഞ്ഞ, കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹാരിത നമ്മുടെ ദുനിയാവിനുണ്ട് എന്നാണ്. ഇന്ന ദുനിയ ഹുൽവത്തുൻ ഖലിറ, മധുരത്തോട് ആളുകൾക്ക് ഇഷ്ടമുണ്ടാകും, അല്ലേ? മധുരത്തോട് ആളുകൾക്ക് ഇഷ്ടമുണ്ടാകും. ഷുഗർ ബാധിച്ച ആളുകൾ വരെ ചായയിൽ പഞ്ചസാര ഇടൂല, പക്ഷെ അത് കഴിഞ്ഞിട്ട് ലഡു കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ജിലേബി കഴിക്കും. ജിലേബിയും ലഡുവിന്റെ ഒക്കെ പഞ്ചസാര ഇതിലുണ്ടാവും. ചായ മാത്രം പഞ്ചസാര ഇട, എനിക്ക് വിത്തോട്ടാ വേണ്ടെന്ന് പറയും. പിന്നെ കസ്റ്റാർഡും ഫ്രൂട്ട് സലാഡും ഐസ്ക്രീമും, പഠിച്ചോണം ഐസ്ക്രീം ഒക്കെ പറയാതിരിക്കുന്നതാ നല്ലത്. ഐസ്ക്രീമിന്റെ ഒക്കെ ഷുഗർ എന്ന് പറഞ്ഞാൽ ഡബിളാണ്. അതായത് സോഫ്റ്റ് ഡ്രിങ്ക്സ്, കൂൾ ഡ്രിങ്ക്സ്, അതുപോലെ തന്നെ ഐസ്ക്രീമുകൾ, കസ്റ്റാർഡുകൾ, ഇതെല്ലാം വല്ലാതെ നമ്മുടെ സാധാ പഞ്ചസാരയെക്കാളും ഡബിൾ സ്ട്രോങ് ഉള്ള ഷുഗറുകളാണ്. ഷുഗർ 400 500 ആയാലും ഇവർ നിർത്തൂല. മധുരത്തോട് ആളുകൾക്ക് വല്ലാത്ത താല്പര്യമാണ്. അങ്ങനെയാണത്. പിന്നെന്താ നമ്മൾ കഴിക്കാന്ന് ചോദിക്കുക. ഇതൊക്കെ കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്താ കഴിക്കാന്ന് ആളുകൾ ചോദിക്കുക. ഇന്ന ദുനിയ ഹുൽവത്തുൻ ഖലിറ, ദുനിയാവ് മധുരിതമാണ്. മധുരത്തോട് താല്പര്യമുള്ളതുപോലെ ദുനിയാവും ആളുകൾക്ക് ആസ്വദിച്ച് മതിയാകൂല എന്നാണ്. ദുനിയാവ് ആളുകൾക്ക് ആസ്വദിച്ച് കൊതി തീരൂല. ഖലിറ, ഒരു ഗാർഡൻ, ഒരു പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ വയനാടിന്റെയോ മൂന്നാറിന്റെയോ ഊട്ടിയുടെയോ കുന്നിൻ ചെലവുകൾ, അവിടെയുള്ള ആ ഹൃദയത്തെ ഹഠാതാകർഷിക്കുന്ന പച്ചപ്പ് എത്രത്തോളം നമ്മൾ അങ്ങോട്ട് എടുക്കുന്നുണ്ടോ, ഒരു പ്രാവശ്യം പോയാൽ പോലെ പിന്നെയും പോകണം. ഉൾമണാലി, അതുപോലെ തന്നെ വ്യത്യസ്തമായ ഓരോ സ്ഥലങ്ങൾ നമ്മുടെ ഹൃദയത്തെ ആകർഷിപ്പിക്കുന്നത് പോലെ നമ്മൾ എന്തുണ്ട്, ഈ ദുനിയാവ് അത് നിങ്ങളെ വശീകരിച്ചു കൊണ്ടേ ഇരിക്കുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുനിയാവിനെ പേടിക്കണം, അതേപോലെ സ്ത്രീകളെയും പേടിക്കണമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. പെണ്ണുങ്ങളെയും പേടിക്കണം, ദുനിയാവിനെയും പേടിക്കണം. ദുനിയാവിന്റെ പ്രശ്നം എന്താ? ദുനിയാവ് നിങ്ങളെ വശീകരിക്കും. ദുനിയാവ് നിങ്ങളുടെ മുമ്പിൽ നല്ല മനോഹരമായി ഒരുങ്ങി വന്നിട്ട് നിങ്ങളിങ്ങനെ പ്രീണിപ്പിച്ചുകൊണ്ടേയിരിക്കും. അഥവാ ദുനിയാവിന്റെ പിന്നാലെ പോവാൻ നമ്മെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെയാണ് പെണ്ണ്. ദുനിയാവിനെയും പെണ്ണിനെയും ഒരൽപ്പം സൂക്ഷ്മതയോടെ മാത്രമേ നിങ്ങൾ ഇടപെടാൻ പാടുള്ളൂ എന്നൊരു താക്കീത് നബി തങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു,
فإن أول فتنة كانت في بني إسرائيل ബനൂ ഇസ്രായേലിൽ ആദ്യമായി ഉണ്ടായ ഫിത്ന സ്ത്രീകൾ കാരണത്താലാണ് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. ബനൂ ഇസ്രായേലുകാർ അല്ലാഹു ഒരുപാട് നിഅമത്ത് നൽകിയ വിഭാഗമാണ് അല്ലേ. ഉദ്കുറൂ നിഅമതിയല്ലതി അൻഅംതു അലൈക്കും, നിങ്ങൾക്ക് ഞാൻ നൽകിയ നിഅമത്തുകൾ നിങ്ങൾ ഓർക്കണമെന്നാണ് പറഞ്ഞത്. ബനൂ ഇസ്രായേലുകാരോട് അല്ലാഹു തആല യാ ബനീ ഇസ്രായീല ഉദ്കുറൂ നിഅമതിയല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫളൽതുകും അലൽ ആലമീൻ. ഇങ്ങനെ ഒരുപാട് ആയത്തുകളിൽ ബനൂ ഇസ്രായേലുകാർക്ക് അല്ലാഹു നൽകിയ പ്രത്യേകതകൾ പറയുന്നുണ്ട്. അല്ലാഹു ഇത്രയും മഹത്വം നൽകിയ ഒരു സമുദായത്തെ അല്ലാഹു നശിപ്പിക്കാനുള്ള കാരണം അവിടുത്തെ സ്ത്രീകൾ കാരണത്താലാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്തഖുദ് ദുനിയ വത്തഖുൻ നിസാ, നിങ്ങൾ ദുനിയാവിനെയും പേടിക്കണം സ്ത്രീകളെയും പേടിക്കണമെന്ന് പറഞ്ഞു. ഇതിന് നബിതങ്ങൾ പറഞ്ഞു ബനൂ ഇസ്രായേലിൽ ആദ്യത്തെ ഫിത്നയുണ്ടായത് ആ സമുദായം തകരാനുള്ള കാരണം, ആ സമുദായത്തെ അല്ലാഹു നശിപ്പിക്കാനുള്ള കാരണം അവിടുത്തെ സ്ത്രീകളാണ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ സമുദായത്തെ അവരുടെ സ്ത്രീകൾ നശിപ്പിച്ചു എന്ന് പറയാനുള്ള കാരണം എന്തൊക്കെയാണ്? അവിടുത്തെ സ്ത്രീകൾക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്നാണ്. ജന്മന അള്ളാഹു ചില സ്ത്രീകൾക്ക് ഹൈറ്റ് നൽകും, ചില സ്ത്രീകൾ അള്ളാഹു നീളമില്ലാതെ ജനിപ്പിക്കും. നീളമില്ലാത്ത പെൺകുട്ടികളുണ്ടാകും, നീളമുള്ളവരുണ്ടാകും. എന്നാൽ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ഹൈറ്റ്, ഒരു പെണ്ണിന്റെ സൗന്ദര്യമാണ്. നീളമില്ലാത്ത പെണ്ണുങ്ങൾ എന്ത് ചെയ്യും? ഞാൻ നീളമില്ല എന്ന് പറഞ്ഞ് ആളുകൾ എന്നെ ശ്രദ്ധിക്കാതിരിക്കരുത്, മരം കൊണ്ട് നല്ല ഹൈറ്റുള്ള ഹീൽഡ് ചെരുപ്പ് അവരുണ്ടാക്കുമായിരുന്നു. ഇന്നൊക്കെ ഹീൽഡ് ചെരുപ്പ് ധരിക്കുന്നുണ്ട്, പക്ഷെ അന്ന് തുടങ്ങിയവരാ ഹീൽഡ് ചെരുപ്പ് ധരിച്ചിട്ട് ഞാൻ നല്ല ഹൈറ്റ് ഉള്ളവളാണ് എന്ന് ജനങ്ങൾക്ക് തോന്നിപ്പിക്കുമാർ പുറത്തിറങ്ങി നടക്കാറുണ്ടായിരുന്നു. അഥവാ പുറത്തുള്ളവരെ വശീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഹീൽഡ് ചെരുപ്പ് അവർ ധരിച്ചത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അന്യപുരുഷന്മാരെ വശീകരിക്കാൻ വേണ്ടി അവർ ഇറങ്ങരുത് എന്നാണ്. അവർ പുറത്തിറങ്ങുന്നതോ അവരുടെ ഹിജാബിലും നിയന്ത്രണത്തിലും അവർ അങ്ങാടികളിലേക്ക് പോകുന്നതോ സ്കൂളിൽ പോകുന്നതോ ഒന്നും ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, എതിർക്കുന്നില്ല. പക്ഷെ അന്യ പുരുഷന്മാരെ വശീകരിക്കുന്ന രീതിയിലുള്ള അഴിഞ്ഞാട്ടം ഇസ്ലാം കർശനമായി നിരോധിക്കുന്നുണ്ട്. അത് സൂക്ഷിക്കേണ്ടതുമാണ്. അപ്പൊ അന്നത്തെ സമുദായം ഒന്ന് ചെയ്തത് ഹീൽഡ് ചെരുപ്പ് ധരിച്ചുകൊണ്ടതാ എന്നെ കണ്ടോളൂ, എന്നെ നോക്കിക്കോളൂ, എന്നെ ആസ്വദിച്ചോളൂ എന്ന രീതിയിൽ പുറത്തിറങ്ങി ഞാൻ നല്ല നീളമുള്ള പെണ്ണാണ്. പിന്നെയോ മുടി നീളമില്ലാത്ത സ്ത്രീകൾ, പെണ്ണിന്റെ സൗന്ദര്യമാണ് മുടി എന്ന് പറയുന്നത്. ആ മുടികൾ നീളമില്ലാത്ത സ്ത്രീകൾ എന്ത് ചെയ്തു? വെട്ടുമുടി വാങ്ങുകയും എന്നിട്ട് നീളമുള്ള മുടികളാക്കി അവരുടെ മുടികളിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്തു. എന്നിട്ട് അവരുടെ മുടികൾ പിരിച്ചിട്ടുകൊണ്ട് അന്യ പുരുഷന്മാരെ വശീകരിക്കാൻ വേണ്ടി അവർ പുറത്തിറങ്ങുകയുണ്ടായി. ഒരിക്കൽ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ഹജ്ജിന്റെ സമയത്ത് മിമ്പറിൽ കയറി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വെട്ടുമുടിയുണ്ട്. ആ വെട്ടുമുടി കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത്, അയ്ന ഉലമാഉക്കും, നിങ്ങളുടെ ഉലമാക്കൾ എവിടെ? നിങ്ങളുടെ നാട്ടിലുള്ള പണ്ഡിതന്മാരെവിടെ? എന്തേ നിങ്ങൾ മിണ്ടാത്തത്? എന്തേ നിങ്ങൾ പ്രതികരിക്കാത്തത്? നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾ ഇതുപോലെയുള്ള വെട്ടുമുടികളുമായി പുറത്തിറങ്ങുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. എന്തേ നിങ്ങൾ അതിനെതിരെ പ്രതിഷേധിക്കാത്തത് എന്ന്, പ്രതികരിക്കാത്തത് എന്ന് മഹാനായ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അന്യപുരുഷന്മാരെ വശീകരിക്കാൻ വേണ്ടി ഒരു പെണ്ണിറങ്ങുന്നത് അപകടമാണ്. അതേപോലെ തന്നെ ചിലങ്കയുള്ള പാദസരങ്ങൾ ധരിക്കുമായിരുന്നു. അന്യപുരുഷന്മാർ ഒരുമിച്ചുകൂടിയ സ്ഥലങ്ങളിൽ കാലിട്ടടിച്ചവർ നടക്കാറുണ്ടായിരുന്നു. എന്തിന്? എന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി. ആളുകൾ കൂടിയ സ്ഥലങ്ങളിൽ കാലിട്ടടിക്കുമ്പോ അതിൽ നിന്നുണ്ടാകുന്ന ശബ്ദം, പാദസരങ്ങളിൽ നിന്നുണ്ടാകുന്ന ശബ്ദം, ആ ശബ്ദം കേട്ട് ഇവരുടെ പിന്നാലെ ആളുകൾ പോകും. ആ രീതിയിലും ആളുകളെ വശീകരിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊരു രീതി എന്ന് പറയുന്നത് മോതിരത്തിന്റെ താഴെ, മോതിരക്കല്ലുകൾക്ക് താഴെ ഒരു ഗ്യാപ്പ് ഉണ്ടാവാറുണ്ട്, ഒരു വിടവുണ്ടാവാറുണ്ട്. ആ വിടവുകളിൽ നല്ല മനോഹരമായ സുഗന്ധമുള്ള കസ്തൂരി അവർ പുരട്ടാറുണ്ടായിരുന്നു. നല്ല കസ്തൂരി ഇങ്ങനെ നിറച്ചു വെക്കും മോതിരത്തിനിടയിൽ.
എന്നിട്ട് വിരലിലിട്ട് അവർ പുറത്തിറങ്ങും. എന്നിട്ട് ആളുകളൊക്കെ തിങ്ങിക്കൂടി ഒരു സ്ഥലമെത്തിയാൽ ആ മോതിരം അവരിങ്ങനെ ഇളക്കും. അഥവാ അതിൽ എയർ സർക്കുലേഷൻ, അതിന്റെ മിസ്ക്, അതിന്റെ കസ്തൂരി, അതിന്റെ സുഗന്ധം പുറത്തു വരാൻ വേണ്ടി അവരതിനെ ഇളക്കി വിടുമായിരുന്നു. അപ്പൊ ആളുകൾ എന്തായി സുഗന്ധം എന്ന് നോക്കുകയും പെണ്ണിനെ കാണുകയും അങ്ങനെ അവരുടെ പിന്നാലെ പോവുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവിടെയൊക്കെ പ്രശ്നം എന്താണ്? ഒരു പെണ്ണ് പെർഫ്യൂം ഉപയോഗിക്കുന്നത് വ്യഭിചാരത്തിന്റെ പ്രതീകമാണ്, വ്യഭിചാരിണിയാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞത് ആരെ കുറിച്ചാണ്? ഒരു പെണ്ണ് വീട്ടിൽ വെച്ച് പെർഫ്യൂം ഉപയോഗിച്ചാൽ തെറ്റല്ല, സുന്നത്തിന്റെ പ്രതിഫലം കിട്ടും. ഒരു പെണ്ണ് സ്വന്തം വീട്ടിൽ വെച്ച് പെർഫ്യൂം ഉപയോഗിക്കുന്നത് ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുന്നത് അള്ളാഹു പ്രതിഫലം നൽകുന്ന കാര്യമാണ്. നേരെ മറിച്ചൊരു പെണ്ണ് അന്യ പുരുഷന്മാർക്കിടയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് എന്നെ ഒന്ന് മണത്തോട്ടെ എന്ന ചിന്തയിൽ അവരെ വശീകരിക്കാൻ വേണ്ടി പെർഫ്യൂം ഉപയോഗിച്ചാൽ അവൾ അവൾ വ്യഭിചാരിണിയാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ അന്യരെ വശീകരിക്കാനുള്ള ഒരു പ്രവർത്തനവും പെണ്ണിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അപ്പൊ ഞാൻ ഈ മഹത്തായ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലത്തും അതുപോലെ ബനൂ ഇസ്രായേലുകാരും അന്യ പുരുഷന്മാരെ വശീകരിക്കാൻ ഉപയോഗിച്ച മീഡിയകൾ വെപ്പുമുടിയും ഹീൽഡ് ചെരുപ്പും മിസ്കുമൊക്കെ ആയിരുന്നുവെങ്കിൽ ഇന്നത്തെ നമ്മുടെ സമുദായം, ഇന്നത്തെ നമ്മുടെ തലമുറയിലുള്ള പെൺകുട്ടികൾ അന്യ പുരുഷന്മാരെ വശീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കുമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിച്ച് തള്ളിക്കളയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ? ബനൂ ഇസ്രായേലുകാർ നശിച്ചത് സ്ത്രീകൾ കാരണത്താലാണ്. സ്ത്രീകൾ എന്ത് ചെയ്തു? അന്യ പുരുഷന്മാരെ വശീകരിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. എന്നാൽ ഇന്നത്തെ സമുദായത്തിലേക്ക് നമ്മൾ കടന്നു വരണം. നമ്മുടെ സോഷ്യൽ സൈറ്റുകൾ, സോഷ്യൽ ആപ്പുകൾ, ടിക്ടോക്കും ഇൻസ്റ്റയും മ്യൂസിക്കലിയും ഫേസ്ബുക്കും ഒക്കെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ നിങ്ങൾ ആലോചിക്കും. ഞാൻ ഇവരൊന്നും ചോദിക്കുന്നില്ല. നിങ്ങളൊന്ന് നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിങ്ങൾ ആലോചിക്കും. ഞാനിത് ഉപയോഗിക്കണ്ട എന്ന് എവിടെയും ആൾ പറയാറില്ല. ഉപയോഗിക്കണ്ട, അങ്ങനെ ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന എനിക്കറിയാം. ഉപയോഗിക്കണ്ട എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു നിയന്ത്രണം നമ്മൾക്ക് നിർബന്ധമാണ്. നമ്മുടെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നത് നമ്മുടെ ഫോട്ടോകൾ, നമ്മുടെ വീഡിയോകൾ നമ്മൾ പൊതുജനങ്ങൾ കാണുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നത് അവരെ വശീകരിക്കാനല്ലയോ, അവരുടെ ലൈക്ക് കിട്ടാനല്ലയോ, അവരുടെ ലവ് കിട്ടാനല്ലയോ, ഫാൻസ് വർദ്ധിക്കാനല്ലയോ, കമന്റുകളും ഷെയറുകൾക്കും വേണ്ടിയല്ലയോ, ഫോട്ടോകളും വീഡിയോകളും വൈറലാവാൻ വേണ്ടിയല്ലയോ? സ്വയം നിങ്ങൾ വിലയിരുത്തിയാൽ മതി. എന്നിട്ട് നിങ്ങൾ സ്വയം ഹബീബിനെ, ഞാൻ ചെയ്യുന്നത് എന്റെ ഹബീബിനെതിരാണോ അനുകൂലമാണോ എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കാം. സത്യം മനസ്സിലായ ശേഷം അല്ലാഹുവിന്റെ ഹബീബിന്റെ നേരെ വിപരീതം ഒരാൾ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു തആല വേദനാജനകമായ ശിക്ഷകൾ നൽകുമെന്നാണ് പറഞ്ഞത്. സത്യം മനസ്സിലായിട്ടും ഒരാൾ അല്ലാഹുവിന്റെ ഹബീബിനെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أن يكون لهم الخيرة. അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ, അല്ലാഹുവിന്റെ ഹബീബും റസൂലും ഒരു കാര്യം പറഞ്ഞു തന്നാൽ അത് സ്വീകരിക്കാതെ സ്വന്തമായി നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസിക്കും അത് പാടുള്ളതല്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചത്. എന്താണോ അല്ലാഹുവിന്റെ ഹബീബ് കൊണ്ടുവന്നത് അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബ് തള്ളാൻ പറഞ്ഞത് നിങ്ങൾ തള്ളണം, മാറി നിൽക്കാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉള്ളാള എന്ന് പറയുന്ന ഈ മഹത്തായ ഈ മഹാനവർഗരുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മണ്ണിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് നമ്മുടെ ഫോട്ടോകൾ, നമ്മുടെ വീഡിയോകൾ പൊതുജനങ്ങൾ കാണുന്ന രീതിയിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്, പോസ്റ്റ് ചെയ്യുന്നത്? എന്നെ കാണട്ടെ, എന്നെ ഇഷ്ടപ്പെടട്ടെ, എന്റെ സൗന്ദര്യം ആസ്വദിക്കട്ടെ, എന്റെ കഴിവ് മനസ്സിലാകട്ടെ, എനിക്ക് ലൈക്ക് തരട്ടെ. ഇതേ ഒരു ചിന്തയായിരുന്നു ബനൂ ഇസ്രായേലിലെ സ്ത്രീകൾക്കും ഉണ്ടായിരുന്നത്. അന്നത്തെ ഡിവൈസ് വേറെയാണ്, ഇന്നത്തെ ഡിവൈസ് വേറെയാണ്. മൂടുകൾ തമ്മിലുള്ള വ്യത്യാസം
വ്യത്യാസം മാത്രമാണ്. അതുകൊണ്ട് സമുദായത്തിലേക്ക് ഇനിയും ബനൂ ഇസ്രായേലുകാർ അനുഭവിച്ചതുപോലെയുള്ള അല്ലാഹുവിന്റെ അപകടങ്ങൾ, അല്ലാഹുവിന്റെ ശിക്ഷകൾ ഇനിയും വരാൻ സമയമുണ്ട്. അല്ലാഹുവിന്റെ ശിക്ഷകൾ വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ നിയമങ്ങൾക്കനുസൃതമായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾക്ക് എത്രയോ വഴികളില്ലേ, ഹലാലായ എത്രയോ എന്റർടൈൻമെന്റുകൾ നമ്മൾക്കുണ്ട്, ഹലാലായ ആസ്വാദനങ്ങൾ നമ്മൾക്കുണ്ട്. ആ ഹലാല് വിട്ടിട്ട് ഹറാമിലേക്ക് പോകുമ്പോഴാണ് ഇവിടെ ഫിത്നകൾ ഉണ്ടാകുന്നത്, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത്തരം ഫിത്നകൾ നമ്മുടെ മുമ്പിലേക്ക് ഒന്നിനു പിറകെ ഒന്നായി കടന്നു വരുന്ന സമയങ്ങളിൽ ഡാൻസ് ചെയ്തുകൊണ്ട്, ആക്ട് ചെയ്തുകൊണ്ട്, പാട്ട് പാടിക്കൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്? വീഡിയോകൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. എത്രയോ ഇവിടെ കിടക്കുന്ന ചെറുപ്പക്കാരുടെ മൊബൈൽ ഫോണുകളിൽ വാട്സപ്പ് വഴി ഇഷ്ടം പോലെ അത്തരം സ്ത്രീകളുടെ വീഡിയോകൾ കാണാൻ കഴിയും. എവിടത്തെ മലപ്പുറത്തുകാരുടേത്, കോഴിക്കോട്ടുകാരുടേത്, മംഗലാപുരത്തുകാരുടേത്, കാസർഗോട്ടുകാരുടേത്, വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് വൈറലായ വീഡിയോകൾ എത്താറുണ്ട്. എന്താണ് അവരുടെ ഉദ്ദേശവും അത് തന്നെയായിരുന്നു. അതുകൊണ്ട് അവരോടാണ് ഞാൻ പറയുന്നത്, അല്ലാഹുവിന് ഇഷ്ടമല്ല, തിന്മകൾ പരസ്യമാക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അഥവാ ഒരു പെണ്ണിനെ കുറിച്ച് പരിശുദ്ധമായി ഇസ്ലാം പറഞ്ഞത് അവരുടെ ശരീരം മറച്ചു നടക്കാനാണ്, അവരുടെ ഔറത്ത് മറച്ചു നടക്കാനാണ്. അഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മകളാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബീവി പറയുന്നുണ്ട്, അലിയാർ തങ്ങൾ ചോദിച്ചതാണ്, ഫാത്തിമ അയ്യുൽ മർഅതി ഖൈറുൻ, ഏത് പെണ്ണാണ്, അയ്യുൻ നിസാഇ ഖൈറുൻ, ഏത് പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ് എന്ന് ചോദിച്ചപ്പോൾ ഒരു പെണ്ണിന്റെ മറുപടിയാണിത്, ഒരു പുരുഷന്റെ മറുപടിയല്ല, നബി തങ്ങളുടെ മറുപടിയല്ല, അലിയാർ തങ്ങളുടെ മറുപടിയല്ല, ഫാത്തിമ ബീവി പറഞ്ഞ മറുപടിയാണിത്. ഒരു ഏറ്റവും നല്ല സ്ത്രീ എന്ന് പറയുന്നത് അവളെ അന്യപുരുഷന്മാർ കാണാൻ പാടില്ല. ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, എന്നെ അന്യപുരുഷൻ കണ്ടിട്ടില്ല? അന്യപുരുഷന്മാർ അവളെ കാണാൻ പാടില്ല. അതാണ് ഏറ്റവും നല്ല പെണ്ണിന്റെ അടയാളം. അത് പെൺകുട്ടികൾ ചോദിക്കും, അതെങ്ങനെയാ എന്നെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ലല്ലോ, അത് അവരോടല്ല പറയേണ്ടത്, എന്നെ നോക്കരുത്. അല്ല, നിന്റെ വേഷവിധാനങ്ങൾ, നിന്റെ വസ്ത്രം, നിന്റെ ഡ്രസ് കോഡ് അന്യപുരുഷന്മാര് കാണാത്ത രീതിയിലായിരിക്കണം നീ ധരിക്കേണ്ടത്. ഇത് എന്റെ അഭിപ്രായമല്ല, ഇത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അഭിപ്രായമാണ്. ഫാത്തിമ ബീവിയുടെ പാട് പിൻപറ്റുന്ന ആളുകൾ ഇത് മുറുകെ പിടിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷേ ഇത്തരം വാളുകളൊക്കെ ഒരു പഴഞ്ചനാണ് എന്ന് തോന്നുന്ന സ്ത്രീകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത്രയൊക്കെ വേണോ? ഇത്രയൊക്കെ കൺജസ്റ്റഡ് ആക്കണോ ഇസ്ലാമിനെ? ഇസ്ലാം ഫ്ലെക്സിബിൾ അല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും. ഇസ്ലാം ഫ്ലെക്സിബിൾ തന്നെയാണ്, അങ്ങനെ അങ്ങോട്ട് കൺജസ്റ്റഡ് ആക്കുന്നില്ല. പക്ഷേ എല്ലാം നമ്മൾ ഹറാമായത് ഹലാലാക്കാൻ പറ്റുമോ? ഹറാമായത് ഹലാലാക്കാൻ നമ്മൾക്ക് പറ്റുമോ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ നമ്മളെ പഠിപ്പിച്ചത് അന്യപുരുഷന്മാർ കാണാത്ത പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ്. അപ്പോ അന്യപുരുഷന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ പർദ്ദ വേണം, മുഖം മറക്കണം, കഴിയുമെങ്കിൽ കയ്യറയും ധരിക്കണം. ഇതാണ് നമ്മുടെ ഡ്രസ് കോഡ്. എങ്കിൽ അന്യപുരുഷന്മാരാരും നിന്നെ കാണൂല. പിന്നെ ഏത് പെണ്ണാണ്? അവർ അന്യപുരുഷന്മാരെ കാണാനും പാടില്ല, അന്യപുരുഷന്മാർ ഇങ്ങോട്ട് നോക്കാനും പാടില്ല, ഈ സ്ത്രീകൾ അവരെ കാണാനും പാടില്ല, ഈ സ്ത്രീകൾ അവരെ കാണാനും പാടില്ല. അഥവാ മുഖം മറച്ച് പർദ്ദ ധരിച്ച് നടന്നാൽ ലോകത്തുള്ള റോഡിലുള്ള എല്ലാവരെയും നോക്കിക്കൊണ്ട് സ്കാൻ ചെയ്തുകൊണ്ട് പോകാനും പാടില്ല. താഴോട്ട് നോക്കി നടക്കണം, അച്ചടക്കത്തോടെ നടക്കണം, വളരെ മര്യാദയോടെ നടക്കണം. ഇത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും നല്ലൊരു മര്യാദയാണ്. ആ ഒരു സന്ദേശമാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികൾക്ക് എനിക്ക് നൽകാനുള്ളത്. പ്രത്യേകിച്ച് മംഗലാപുരം പോലെയുള്ള വലിയ സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും ബഹുഭൂരിഭാഗവും ഇവിടെ ഉണ്ടാവുക. ഇവിടെ ഒരുപാട് മാളുകളുണ്ട്, ഒരുപാട് തിയേറ്ററുകളുണ്ട്. ആ തിയേറ്ററുകളിലേക്ക് വരെ പർദ്ദ ധരിച്ചുകൊണ്ട് സിനിമ കാണാൻ പോകുന്ന എത്രയോ പെൺകുട്ടികളുമുണ്ട്.
അവരോടൊക്കെ മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇത് ഉൾക്കൊള്ളണം. നന്നാവാൻ താല്പര്യമില്ലാത്തവർ, ഞാൻ ഒരിക്കലും നന്നാവൂല, എനിക്കൊരു തെറ്റാണെന്ന് തോന്നുന്നില്ല, എന്റെ വേഷവിധാനം എന്റെ സ്വാതന്ത്ര്യമല്ലേ, ഞാൻ ഇങ്ങനെ നടക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്, പ്രവാസികന്മാരല്ലല്ലോ. അല്ല, ഞാനിങ്ങനെ നടക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല, എന്നെ സൃഷ്ടിച്ച എന്റെ ദൈവമാണ്. നീ എങ്ങനെ നടക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവമാണ്. ഈ മൈക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഇതിന്റെ സൃഷ്ടാവാണ്. ഇതാര് സൃഷ്ടിച്ചു? അവരാണ്. ഈ മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയേണ്ടത് ഇതിന്റെ നിർമ്മാതാക്കളാണ്. ഈ ടാബ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയേണ്ടത് ഇതിന്റെ നിർമ്മാതാക്കളാണ്. അല്ലാതെ ഇത് ഇങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാനല്ല പറയേണ്ടത്, ഇതിന്റെ നിർമ്മാതാക്കളാണ് ഇതിന്റെ ഫംഗ്ഷൻ പറഞ്ഞു തരേണ്ടത്. അതേപോലെ ഒരു മനുഷ്യന്റെ സൃഷ്ടാവ് നമ്മുടെ സൃഷ്ടാവായ അല്ലാഹുവാണ്. ഞാനെങ്ങനെ നടക്കണമെന്ന് പറയേണ്ടത്, പെണ്ണെങ്ങനെ നടക്കണമെന്ന് പറയേണ്ടത് ആ റബ്ബിന്റെയും അല്ലാഹുവിന്റെ ഹബീബിന്റെയും തീരുമാനങ്ങളാണ് നമ്മളിവിടെ അതിൽ പ്രതിപാദിക്കുന്നത്. കഴിയുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാം, അല്ലാത്തവർക്ക് ഏത് രീതിയിൽ നടക്കാം, ഒരു കുഴപ്പവുമില്ല. നമ്മൾ ചെയ്തത് നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. ആർക്കെങ്ങനെ നടക്കാം? 1947 മുതൽ ഏത് വസ്ത്രം ധരിക്കാനും നമ്മുടെ സ്വാതന്ത്ര്യമുണ്ടെന്ന് ഒരാൾ അഴിച്ചിട്ട് നടക്കാണ്. അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്, നമ്മളാരും അവരെ തടയാനില്ല. പക്ഷേ ഇത്തരം അതിന്റെ സദസ്സുകളിൽ നിരന്തരമായി ഉപദേശിക്കുന്നത് പരിശുദ്ധ ഹബീബിന്റെ ഹദീസ് പിൻപറ്റി ജീവിക്കണമെന്നാണ്. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഫാത്തിമ ബീവിയല്ലയോ മരണസമയത്ത് പോലും കരഞ്ഞുപോയത്? എന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അന്യ പുരുഷന്മാർ എന്റെ ബോഡി ഷേപ്പ് കാണാൻ പാടില്ല എന്നോർത്ത് കരഞ്ഞുപോയത്. അഥവാ മയ്യത്ത് കഫൻ ചെയ്താൽ പുരുഷന്മാരല്ലയോ മറമാടാൻ വേണ്ടി ജനാസയും കയ്യിൽ പിടിച്ചു പോകുന്നത്? ആ സമയത്ത് ജനാസ മയ്യത്ത് കട്ടിലുള്ള എന്റെ മയ്യത്ത് ഈ ജനാസ ചുമക്കുന്നവർ കാണൂലേ? അതുകൊണ്ട് എനിക്ക് മരിക്കാൻ പോലും പേടിയാണെന്ന് പറഞ്ഞ് കരഞ്ഞുപോയ മഹതിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള മയ്യത്ത് കട്ടിലുകൾ ഉദ്ഘാടനം ചെയ്തത്. അന്നത്തെ മയ്യത്ത് കട്ടിൽ എന്ന് പറയുന്നത് ഇതുപോലെയുള്ളൊരു പലകയായിരുന്നു. ഈ പലകയിൽ കിടത്തുമായിരുന്നു. എന്നിട്ട് 4 മൂലയിൽ ആളുകൾ പിടിച്ചു കൊണ്ടുപോകാനായിരുന്നു. ഫാത്തിമ ബീവിയുടെ വാശിയാണ് മയ്യത്തിന്റെ മുകളിൽ ഒരു മറയിടാൻ തുടങ്ങിയത്. മയ്യത്തിന്റെ മുകളിൽ മൂടാനുള്ളൊരു കവറ്, അതിന്റെ മുകളിൽ ഒരു തുണി, അകത്തുള്ള മയ്യത്തിനെ കാണാൻ പറ്റാത്ത രീതിയിൽ മയ്യത്ത് കൊണ്ടുപോകണമെന്ന് വാശി പിടിച്ചത് മഹനിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. ആ ഫാത്തിമ ബീവിയാണ് സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവ്. ആ ഫാത്തിമ ബീവിയുടെ പാതയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നിന് പിറകെ ഒന്നായി ഫിത്നകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം ഒരു രസകരമായി ആർക്കെങ്കിലും തോന്നുകയാണ്. നമ്മുടെ മൊബൈൽ സംവിധാനങ്ങൾ, ആധുനിക ടെക്നോളജി, എല്ലാ സംവിധാനങ്ങളും സുഖങ്ങളും സൗകര്യങ്ങളും രസകരമായി തോന്നിയാൽ അല്ലാഹു തആല അവരുടെ ഹൃദയങ്ങളിൽ കറുത്ത പുള്ളികളിട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഇത് പാടില്ലല്ലോ, ഇത് കുറച്ച് ഓവറായി പോകുന്നുണ്ടല്ലോ. നമ്മുടെ പെൺകുട്ടികളുടെ വേഷവിധാനം കുറച്ച് ഓവറാകുന്നുണ്ടല്ലോ. പെൻസിലാണെന്ന് പറഞ്ഞ് മുട്ടുവരെയാണ് പല മുസ്ലിം പെൺകുട്ടികളും ഇന്ന് പാൻസ് ധരിക്കുന്നത്. ശ്രദ്ധിച്ചോ? നിങ്ങളുടെ മക്കളുടെയൊക്കെ വേഷം ശ്രദ്ധിച്ചോ? അത് നിങ്ങളുടെ മക്കളുടെയൊക്കെ പാൻസ് ശ്രദ്ധിച്ചോ? പണ്ടൊക്കെ ഞെരിയാണിക്കും താഴെ തിരിച്ചിരുന്ന പെൺമക്കൾ ഇന്ന് കണങ്കാലിലേക്ക് ആ പാൻസ് ധരിക്കുക. അതിന്റെ പേര് പെൻസിൽ എന്നത്രേ. ഇതിന് പിന്നാലെ എന്തായിരിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച്, നിങ്ങൾ തിരിച്ചിട്ടൊന്നും കാര്യമില്ല. മക്കളൊന്നും നോക്കണം വീട്ടിൽ പോയിട്ട്. ആൺകുട്ടികൾ ധരിക്കുന്നുണ്ട്, കുഴപ്പമില്ല, നല്ല കാര്യമാണ്, സുന്നത്താണ്. തഖ്വയും അതുപോലെ ഇഖ്ലാസൊക്കെ കൂടിയതിന്റെ ഭാഗമായിട്ടാണെന്ന് നമ്മൾക്ക് സന്തോഷിക്കാം. ആൺകുട്ടികളൊക്കെ നിര്യാണിക്ക് മുകളിലാണ് പാൻസ് ധരിക്കുന്നത്. പെൺകുട്ടികളും ധരിക്കാൻ തുടങ്ങി. അതാണ് ഇവിടുത്തെ പ്രശ്നം. ആൺകുട്ടികൾ ധരിക്കുന്നത് നല്ലതല്ലേ? നിര്യാണിക്ക് താഴെ പാൻസ് ധരിക്കൽ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. അപ്പൊ ആള് കേട്ടിട്ടല്ലെങ്കിലും കുഴപ്പമില്ല, മോഡേൺ ആയിക്കോട്ടെ, നല്ല കാര്യമാണ്, അതങ്ങനെ നിലനിർത്തിക്കോട്ടെ. പക്ഷെ പെൺകുട്ടികൾ നിങ്ങളങ്ങനെ ധരിക്കരുത്. ഇസ്ലാമിന്നത് നേരെ വിപരീതമാണ്. നിര്യാണിക്ക് മുകളിൽ പാൻസ് ധരിക്കുക, കണങ്കാല് വരെ പാൻസ് ഇട്ട് നടക്കുക, അഥവാ കാലിന്റെ പകുതിയും കാണിച്ചു നടക്കുക എന്നാണ് അർത്ഥം. എന്തിനാണ് നമ്മളിങ്ങനെ പാശ്ചാത്യന്റെ സംസ്കാരം അതേപോലെ നമ്മൾ ഫോളോ ചെയ്യുന്നത്? നമ്മൾക്ക് എത്ര വസ്ത്രങ്ങളുണ്ട്,
എത്ര അച്ചടക്കത്തോടെ നമ്മൾക്ക് നടക്കാൻ കഴിയും? പെൻസിലുകളൊക്കെ ധരിച്ചോ, നിന്റെ വീട്ടിൽ വെച്ച് ധരിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ ധരിക്കരുത് എന്നാണ് പറയാനുള്ളത്. അതൊക്കെ അള്ളാഹുവിനെ ചോദ്യം ചെയ്യലാണ്. ഔറത്ത് മറക്കണമെന്ന് പറഞ്ഞാൽ ഔറത്ത് മറക്കണം. ആദം നബി അലൈഹിസ്സലാമിനെ ഹവ്വാബിയെ അല്ലാഹു തആല സ്വർഗ്ഗീയ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് എന്തുകൊണ്ടാണ്? فلما ذاقا الشجرة بدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة. ആദം നബി അലൈഹിസ്സലാമിനെ പിശാച് വഞ്ചിക്കുകയാണ് ചെയ്തത്. ആ മരത്തിൽ നിന്ന് കഴിച്ചോളൂ എന്നാണ് പറഞ്ഞത്. കഴിക്കേണ്ട താമസം അവർ രണ്ടുപേരുടെയും ഔറത്ത് വെളിവാവുകയാണ് ചെയ്തത്. ബദത് ലഹുമാ സൗആതുഹുമാ വതഫികാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന. ഉടനെ തന്നെ ആ മരത്തിൽ നിന്ന് ഒരു ഇല പറിച്ചുകൊണ്ട് ഔറത്ത് അവർ മറക്കാനും ശ്രമിച്ചു. ഔറത്ത് വെളിവായി. ഔറത്ത് മറക്കാൻ വേണ്ടി ഒരു മരത്തിലെ ഇല പറിച്ചുകൊണ്ട് അവർ ഔറത്ത് മറച്ചു കളഞ്ഞു. ഉടനെ തന്നെ വനാദാഹുമാ റബ്ബുഹുമാ അലം നൻഹകുമാ അൻ തിൽകുമാ അശ്ശജറ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അത് കഴിക്കരുത് എന്ന്? കഴിച്ചാൽ ഔറത്ത് വെളിവാകുമെന്ന്. അതുകൊണ്ട് ഔറത്ത് വെളിവായവർക്ക് ഈ സ്വർഗ്ഗത്തിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നത്. ആരെ? ആദം നബിയെയും ഹവ്വാബിയെയും. ഇതിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ചെറിയൊരു സമയം ഔറത്ത് വെളിവായതിന്റെ പേരിലാണ് രണ്ടുപേരെയും ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതെങ്കിൽ ജീവിതമാസകലം ഔറത്ത് കാട്ടി നടക്കുന്ന ഒരു പെണ്ണ് എങ്ങനെ നാളെ സ്വർഗ്ഗത്തിലെത്തുമെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ചോദിക്കുന്നുണ്ട്. പെണ്ണ് സ്വർഗ്ഗത്തിലെത്താൻ 4 കാര്യങ്ങൾ ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. അതിലൊന്ന് 5 നേരം നിസ്കരിക്കണമെന്ന് പറഞ്ഞു. കൃത്യമായി നിസ്കരിക്കണം, തോന്നുമ്പോഴല്ല. നിങ്ങളുടെ കരക്ക് കഴിഞ്ഞിട്ടല്ല നിസ്കരിക്കേണ്ടത്, നിങ്ങളുടെ സൗകര്യം പോലെയല്ല നിസ്കരിക്കേണ്ടത്. അള്ളാഹുവിന്റെ ടൈമിൽ നിങ്ങളുടെ സൗകര്യം മാറ്റിവെച്ച് നിസ്കരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ വർക്കിനേക്കാളും നിങ്ങളുടെ ജോലിയെക്കാളും പ്രാധാന്യം നിസ്കാരത്തിന് നൽകാൻ ഒരു പെണ്ണിന് കഴിയണം. ബാങ്ക് വിളിക്കുമ്പോൾ എല്ലാ തിരക്കും മാറ്റിവെച്ച് നിസ്കാരത്തിലേക്ക് കടന്നു വരാൻ ഒരു പെണ്ണിന് കഴിയണം. അങ്ങനെ 5 നേരം നിസ്കരിക്കുന്നവർ, കൃത്യമായി റമദാനിൽ നോമ്പെടുക്കുന്നവർ, 10 വർഷം മുമ്പുള്ള നോമ്പൊക്കെ കവായ എത്രയോ പെണ്ണുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്. 10 വർഷം മുമ്പുള്ള നോമ്പ് കവാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? എത്ര മുത്ത് കൊടുക്കണം? എത്ര നോമ്പ് കലായിരിക്കണം എന്നൊക്കെ ചോദിക്കുന്നവർ, എങ്ങനെ ഒരു 6-7 നോമ്പ് നഷ്ടപ്പെട്ടാൽ അടുത്ത 330 ദിവസത്തിൽ അത് കലായെത്തിക്കൂടെ? സഹോദരിമാരെ, ഏതൊരു പെണ്ണിനും 5-6 നോമ്പ് നഷ്ടപ്പെട്ടു പോയാൽ അടുത്ത റമദാനിന് മുമ്പ് ഖലാഅെത്തിക്കൂടെ? എവിടേക്ക് വേണ്ടിയാണ് ഇതൊക്കെ ബാക്കി വെക്കുന്നത്? അങ്ങനെ 10 വർഷത്തെ നോമ്പ് ബാക്കിയുണ്ട്, 10 വർഷത്തെ മുത്ത് ബാക്കിയുണ്ട്. അങ്ങനെ നോമ്പ് കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾ, ഔറത്ത് മറച്ചു നടക്കുന്ന ആളുകൾ, ഔറത്ത് മറച്ചു നടക്കുന്ന പെൺകുട്ടികൾ, ഔറത്ത് മറക്കാത്തവർക്ക് സ്വർഗമില്ല. ഔറത്ത് മറക്കുന്നവർ, ഭർത്താവിനെ അനുസരിക്കുന്നവർ, ഈ 4 വിഭാഗം ആളുകൾക്ക് അല്ലാഹുവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകുന്ന സൗകര്യമാണ് സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ള കവാടങ്ങളിലൂടെ കടന്നു പോകാമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. സ്വർഗ്ഗത്തിന് 100 തട്ടാണുള്ളത്. ഇന്നലിൽ ജന്നത്തി 100 ദറജ. സ്വർഗ്ഗം 100 തട്ടാണെന്നാണ്. നമ്മുടെ ലിഫ്റ്റ്, നമ്മുടെ ബിൽഡിങ്ങുകളൊക്കെ പോലെ 100 തട്ടാണ് സ്വർഗ്ഗം. ആ ഓരോ തട്ടുകളിലും 8 കവാടങ്ങളുണ്ട്. ആ 8 കവാടങ്ങളിലൂടെയും ആർക്കെങ്കിലും പോകാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ. തങ്ങൾ പറഞ്ഞു, ആർക്കെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ സിദ്ദീഖ് അത് നിങ്ങളായിരിക്കും, ആർക്കും കഴിയില്ല. ആ ഓഫറാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് നൽകിയത്. ആ ഓഫറാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് നൽകിയത്. 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ള കവാടങ്ങളിലൂടെ കടന്നുപോയിക്കോളൂ. 4 കാര്യം ചെയ്താൽ മതി. 1 നിസ്കരിക്കുക, നോമ്പെടുക്കുക, ഔറത്ത് മറക്കുക. ഇവിടെ എല്ലാവരും പരാജയപ്പെടുന്നുണ്ട്. ഔറത്ത് മറക്കുന്ന വിഷയങ്ങളിൽ എല്ലാവരും പരാജയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില മുഖങ്ങൾ നാളെ വെളുക്കുമെന്നാണ്, ചില മുഖങ്ങൾ നാളെ കറുത്തു പോകുമെന്നാണ്. എങ്ങനെ നമ്മുടെ മുഖങ്ങൾ കറുക്കും? എങ്ങനെയാണ് നമ്മുടെ മുഖങ്ങൾ വെളുക്കുന്നത്? ഇൻഷാ അല്ലാഹ് അതിന്റെ ചെറിയൊരു വിശദീകരണത്തിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുകയുണ്ടായി, യാ
അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഓ ജനങ്ങളെ നിങ്ങൾ തഖ്വയുള്ളവരായി മാറണം, മുത്തഖീങ്ങളായി മാറണം. എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? മുത്തഖി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയില്ല അയാൾ വലിയ മുത്തഖിയാണെന്ന് പറയില്ലേ? എന്താ ഈ മുത്തഖി എന്ന് പറഞ്ഞാൽ? എന്താണോ അള്ളാഹു നിർബന്ധമാക്കിയത്, നിർബന്ധമായതെല്ലാം കൃത്യസമയത്ത് ചെയ്യലാണ്. അതേപോലെ ഹറാമാക്കിയത് ചെയ്യരുത് എന്ന് പറഞ്ഞതിൽ നിന്ന് മാറി നിൽക്കലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അഥവാ നിർബന്ധമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ഹറാമായ കാര്യങ്ങളിൽ നിന്ന് ഒരാൾ വിട്ടു നിൽക്കുന്നുവെങ്കിൽ അയാളെ കുറിച്ച് മുത്തഖി എന്ന് പറയാൻ കഴിയും നമ്മൾക്ക്. മുത്തഖിയാരാ? ഇവിടല്ലേ മുത്തഖിയാരാ? നിർബന്ധമായത് ചെയ്യുക, ഹറാമിൽ നിന്ന് മാറി നിൽക്കുക. നമ്മൾ മുത്തഖി എന്ന് വിളിക്കുന്നത് ആരെയാണ്? കയ്യിൽ തസ്ബീഹുമാല പച്ചത്തട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്ന വലിയ, കാണുമ്പോൾ തന്നെ വലിയ ഉപയോജന്മാരായ ആളുകളെയാണ് മുത്തഖി നമ്മൾ പറയാ. പക്ഷെ മുത്തഖി എന്ന് പറഞ്ഞാൽ നിർബന്ധമായത് ചെയ്യുകയും ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരൊക്കെ മുത്തഖികളാണ്. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ തഖ്വയുള്ളവരാകണം. അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം. എന്നാൽ അള്ളാഹുവിന്റെ 2 അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുമെന്നാണ് പറഞ്ഞത്. എന്താ ചെയ്യേണ്ടത്? തഖ്വയുള്ളവരാകണം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ് നമ്മൾ കേൾക്കാൻ തയ്യാറാവണം. എന്നാൽ 2 കാരുണ്യം അള്ളാഹു നൽകുമെന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, നിങ്ങൾ നടന്നു പോകുന്ന വഴികളിലെല്ലാം അല്ലാഹു തആല പ്രത്യേകമായ പ്രകാശം നൽകുമെന്ന്, വെളിച്ചം നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾക്ക് നടക്കാനുള്ള വെളിച്ചം അല്ലാഹു തരും. നൂറൻ തംശൂന ബിഹി. നിങ്ങൾ തഖ്വയുള്ളവരായാൽ മതി. അപ്പൊ മുഖം പ്രകാശിക്കാനും ഹൃദയം പ്രകാശിക്കാനുള്ള വഴിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഒന്ന് തഖ്വയുള്ളവരാകണം, 2 അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ് നമ്മൾ കേൾക്കാൻ തയ്യാറാവണം. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, എന്താണോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്നത് അത് അതേപോലെ സ്വീകരിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് ചെയ്യരുത് എന്ന് പറഞ്ഞത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരാൾ ജീവിച്ചാൽ നിങ്ങൾ നടന്നു പോകുന്ന വഴികളിലെല്ലാം അള്ളാഹു എന്തെന്നില്ലാത്ത വെളിച്ചം നൽകുമെന്നാണ്. നടക്കാനുള്ള, മുന്നോട്ടുള്ള ഗമനത്തിനുള്ള എല്ലാ വെളിച്ചവും അള്ളാഹു തുറന്നു തരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. നാളെ മഹ്ശറ ലോകത്തെത്തിക്കഴിഞ്ഞാൽ സത്യവിശ്വാസികളായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നിങ്ങൾക്ക് കാണാം. എന്താണ് അവരുടെ പ്രത്യേകത? പ്രകാശം അവരുടെ മുമ്പിൽ ഇങ്ങനെ പ്രചരിക്കുകയാണ്. അഥവാ സത്യവിശ്വാസി പോകുന്ന സ്ഥലത്തെല്ലാം പ്രകാശമുണ്ടാകും. സത്യവിശ്വാസി മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും പോകുന്ന സ്ഥലങ്ങളൊക്കെ നല്ല വെളിച്ചവും പ്രകാശവുമുള്ള സ്ഥലങ്ങളായി മാറും. നാളെ എവിടെ? നാളെ മഹ്ശറ ലോകത്ത് പ്രകാശം അവരുടെ മുമ്പിൽ ഇങ്ങനെ പ്രചരിക്കുമെന്നാണ് അല്ലാഹു പറഞ്ഞത്. നിങ്ങൾക്കിന്ന് പേടിക്കാനില്ല. ആ ഒരു പ്രകാശം ലഭിക്കുന്ന ആളുകൾക്ക് ഇന്ന് പേടിക്കാനില്ല. അല്ലാഹു തആല നിങ്ങൾക്ക് മനോഹരമായ നദികൾ ഒഴുകുന്ന സ്വർഗ്ഗമാണ് നൽകാൻ പോകുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്, ആകാശലോകങ്ങളിലും ഭൂമിയിലും പ്രകാശം ലഭിക്കാൻ, മുഖത്തിന്റെ ഇരുട്ടുമാറി മുഖത്തിന്റെ ഒരു വെളിച്ചമുണ്ടാവാൻ, ഹൃദയത്തിന്റെ ഇരുട്ടുമാറി ഹൃദയത്തിനൊരു വെളിച്ചം ലഭിക്കാൻ ചെയ്യേണ്ടത് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വിപരീതം പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഓരോ ആളുകളുടെ അമലുകൾക്കനുസരിച്ചാണ് അല്ലാഹു നാളെ പ്രകാശം നൽകുന്നത്. നിങ്ങൾ ഇവിടെ എത്ര അമൽ ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ടാണ് നാളെ വെളിച്ചുണ്ടാവുക. കുറഞ്ഞ അമൽ ചെയ്തവർക്ക് ചെറിയൊരു നമ്മുടെ 0 ബൾബ് എന്ന് പറയാനുള്ള ആ ബൾബ്, എന്നാൽ നല്ല നന്മ ചെയ്തവർക്ക് ഇതുപോലെയുള്ള 100 വാട്ട്സിന്റെയും 200 വാട്ട്സിന്റെയും നല്ല ഫോക്കസ് പോലെ തിളങ്ങി നിൽക്കും. അതുകൊണ്ട് നമ്മൾ എന്താവാൻ ശ്രമിക്കണം? ഒരു 0 വാട്ടുള്ള ബൾബായി മാറാനല്ല, നല്ല ഫോക്കസ് ലൈറ്റുകൾ തിളങ്ങുന്ന പ്രകാശിക്കുന്ന മുഖമുള്ളവരായി നമ്മൾ മാറണം.
ചില ആളുകളുടെ പ്രകാശം പർവ്വതങ്ങൾ പോലെ മുമ്പിൽ ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ടാകും. പർവ്വതങ്ങൾ പോലെ മുമ്പിൽ വലിയ പ്രകാശത്തിന്റെ പർവ്വതങ്ങൾ പോലെ ശരീരത്തിന്റെ ചുറ്റുപാടുകളും പ്രകാശിക്കുന്നുണ്ടാകും. ചില ആളുകളുടേത് അതിനേക്കാളും കുറവായിരിക്കും. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ഒരു ഹദീസ് കാണാം, ആദ്യമായി സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗം ആളുകൾ. സ്വർഗത്തിലേക്ക് ആദ്യം പോകുന്ന ആളുകളുണ്ട്, അവസാനം പോകുന്ന ആളുകളുണ്ട്. അവസാനം പോകുന്ന ആളുകൾ എങ്ങനെയാ പോവാ? നരകത്തിൽ നിന്ന് അവർ എണീറ്റിട്ട് വരിക. വരും. അപ്പൊ അള്ളാഹു പറയും, ആ സ്വർഗം നിനക്കുള്ളതാണ്, നീ അങ്ങോട്ട് പോയിക്കോളൂ. അയാൾ അവിടെ പോകും. അയാൾ തിരിച്ചു വരും. എന്നെ കളിയാക്കരുത് പഠിച്ചോനെ, ഞാൻ ദുനിയാവിൽ തെറ്റ് ചെയ്തു എന്നത് ശരി തന്നെയാണ്, എന്നെ ദയവ് ചെയ്ത് ഇൻസൾട്ട് ചെയ്യരുത്. അത് നിറഞ്ഞു കിടക്കുകയാണ് പഠിച്ചോനെ, എന്നെ നീ അങ്ങനെ കളിയാക്കരുത്. നീ അവിടെ പോയി നോക്ക്, നിനക്ക് ഞാൻ അവിടെ ഒരുക്കിയിട്ടുണ്ടല്ലോ. വീണ്ടും പോകും, വീണ്ടും തിരിച്ചു വരും. അത് നിറഞ്ഞു കിടക്കാണ്, ഒരു ഇഞ്ച് സ്ഥലം അവിടെ ഇല്ലല്ലോ. മൂന്നാമതും അല്ലാഹു അയാളോട് പറയുകയാണ്, എന്താ നീ പറഞ്ഞത്, എവിടെ നിറഞ്ഞു എന്നാണോ? നിനക്ക് ഞാൻ നീ ജീവിച്ച ദുനിയാവ്, ആ ദുനിയാവിനേക്കാൾ 10 ഇരട്ടി സ്ഥലം ഞാൻ സ്വർഗത്തിൽ നിനക്ക് ഞാൻ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്ന് അല്ലാഹു അയാളോട് പറയുകയും, ആ രീതിയിൽ അവസാനമായി സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാൾക്ക് പോലും ഈ ദുനിയാവിന്റെ 10 ഇരട്ടി സൗകര്യങ്ങൾ അല്ലാഹു തആല സ്വർഗത്തിൽ ഒരുക്കി കൊടുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഏറ്റവും ലാസ്റ്റ് പോകുന്ന ആള്, അഥവാ മുസ്ലിമായ ലോകത്തെ ഏറ്റവും വലിയ തെമ്മാടി. ആ മുസ്ലിമീങ്ങൾക്കല്ലേ സ്വർഗത്തെത്താൻ പറ്റുള്ളൂ. മുസ്ലിമീങ്ങളായ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞവർക്കല്ലേ സ്വർഗത്തിലെത്താൻ പറ്റുള്ളൂ. എന്നാൽ അത് അങ്ങനെ മുസ്ലിമായിട്ടും ജീവിതത്തിൽ തെമ്മാടിത്തരം കാണിച്ച അയാളെക്കാളും വലിയ തെമ്മാടി വേറെ ലോകത്തില്ല. അയാളായിരിക്കും ലാസ്റ്റ് വരിക. അയാൾക്ക് പോലും ദുനിയാവിന്റെ 10 ഇരട്ടി അല്ലാഹു നൽകുമെന്നാണ്. അപ്പൊ നിങ്ങൾക്ക് 10 ഇരട്ടി മതിയോ? ഇതൊന്നും വേണ്ട, ഒരു ഇരട്ടി മതി, ഒരു ദുനിയാവ് തന്നാ മതി. അങ്ങനല്ലേ പറയാം. പഠിച്ചവരെ എനിക്കൊന്ന് കാലിടാൻ സ്ഥലം കിട്ടിയാൽ മതി, അങ്ങനെ പറയാം ചില ആളുകൾ. സ്വർഗത്തിലൊന്ന് കാലിടാൻ സ്ഥലം കിട്ടിയാൽ മതി, അങ്ങനെ ചോദിക്കരുതെന്നാണ്. എനിക്ക് സ്വർഗത്തിലൊന്ന് കയറാൻ തൗഫീഖ് തന്നാ മതി, അങ്ങനെ ദുആ ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിനോട് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം തന്നെ ചോദിക്കണം. ഫിർദൗസ് എന്നത് അല്ലാഹുവിന്റെ ഹബീബും മഹാന്മാരായ പ്രവാചകന്മാരും താമസിക്കുന്ന പ്രത്യേകമായ അല്ലാഹുവിന്റെ VVIPകൾക്ക് അല്ലാഹു തആല ഒരുക്കി കൊടുക്കുന്ന കേന്ദ്രമാണ് ഫിർദൗസ് എന്ന് പറയുന്നത്. ചോദിക്കുമ്പോൾ ഫിർദൗസ് തന്നെ ചോദിക്കണം. ഒന്ന് കയറി കൂടിയാൽ മതി എന്ന് നിങ്ങൾ ഒരിക്കലും ദുആ ചെയ്യരുത്. ചില ആളുകൾ പറയും, വീടെടുക്കുമ്പോ ഒരു ചെറിയൊരു ചെറ്റക്കൂരെങ്കിലും ഒരു വീടെടുത്താൻ ഒരു 5 സെന്റ് സ്ഥലവും ചെറിയൊരു 1000 സ്ക്വയർ ഫീറ്റിന്റെ വീടെടുത്തിട്ട് താമസിച്ചാൽ മതിയായിരുന്നു. എന്തിനാ അങ്ങനെ ദുആ ചെയ്യുന്നത്? ഒരു ഏക്കർ സ്ഥലം, ഒരു 10,000 സ്ക്വയർ ഫീറ്റ് വീടും ദുആ ചെയ്തതിൽ എന്താ നഷ്ടം? പഠിച്ചോൻ തരുന്നതല്ലേ, ദുആ ചെയ്താൽ എന്താ നഷ്ടം? എനിക്കതാ മനസ്സിലാവാത്തത്. ആളുകൾ അങ്ങനെ ദുആ ചെയ്യാ, ഒരു 5 സെന്റ് സ്ഥലവും ചെറിയൊരു വീടെങ്കിലും കിട്ടാൻ വേണ്ടി ദുആ ചെയ്യും. അങ്ങനെ ദുആ ചെയ്യണ്ട. അള്ളാഹുവിനോട് ചോദിക്കുകയെ, അള്ളാഹുവിന്റെ കൈകൾ ഇഷ്ടം പോലെ ഇല്ലയോ? ഒരു ഏക്കർ തന്നെ ചോദിച്ചോളൂ, അല്ലാഹു തരും. വലിയ വീട് തന്നെ ചോദിച്ചോളൂ, അല്ലാഹു തരും. വലിയ വണ്ടിന് വാങ്ങിച്ചോ, അള്ളാഹു തരുമെങ്കിൽ എന്തേ നിങ്ങൾ പേടിക്കുന്നത്? വലിയ വണ്ടി തന്നെ വാങ്ങിച്ചോ, അതൊക്കെ നിഅമത്തല്ലയോ? അള്ളാഹുവിന്റെ ഹബീബ് എന്താ പറഞ്ഞത്? 4 നിഅമത്തുണ്ട് എന്നാണ് പറഞ്ഞത്. 4 നിഅമത്തുകൾ, 4 സൗഭാഗ്യങ്ങളുണ്ട് മനുഷ്യന്. ഒന്ന് മർക്കബുൻ ഹനീ, അയാൾക്ക് കംഫർട്ട് ഉള്ള ഒരു വണ്ടി. ഒരാൾക്ക് അവിടെ പ്രയോഗിച്ച പദം മർക്കബുൻ ഹനീ, ഒരാൾക്ക് നല്ല കംഫർട്ടുള്ള സൗകര്യമുള്ള ഒരു വണ്ടി. ഓരോ ആളുകളുടെ സൗകര്യങ്ങൾ മാറി വരും. ഒരു 10,000 രൂപ മാസത്തിൽ വരുമാനമുള്ള ഒരാൾക്ക് ഏറ്റവും കംഫർട്ട് ബൈക്കായിരിക്കും. 1 ലക്ഷമൊക്കെ വരുമാനം ഉണ്ടാകുമ്പോൾ അതൊരു സ്വിഫ്റ്റൊക്കെ ആയിട്ട് മാറും. എന്നാൽ 2 ലക്ഷം 3 ലക്ഷമൊക്കെ ആകുമ്പോൾ അത് ബെൻസും അതുപോലെ തന്നെ ഓഡിയും ഒക്കെ ആകും. അത് ഒരാളുടെ സാമ്പത്തികമായ വരുമാനത്തിനനുസരിച്ചിട്ടുള്ള സുഖമാണ്. അയാൾക്ക് പെട്ടെന്ന് പോകണം, അയാൾക്ക് തോന്നാണ് എന്റെ വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിച്ചാൽ എനിക്ക് അപകടം വരാൻ പാടില്ല, അപ്പൊ കുറച്ച് ഉറപ്പുള്ള ബോഡി വേണ്ടി വരും. അതേപോലെ വലിയ വലിയ കുഴികളിലൊക്കെ വീണാൽ എന്റെ വണ്ടി അങ്ങോട്ട് കുലുങ്ങാൻ പാടില്ല, എന്റെ ഡിസ്കിന് തകരാറുണ്ടാവാൻ പാടില്ല. അത് ഓരോ ആളുകളുടെ വരുമാനത്തിനനുസരിച്ചാണ്. പക്ഷെ ഈ 10,000 രൂപ ശമ്പളമുള്ള നീ എനിക്കൊരു ബെൻസ് വേണമെന്ന് ആഗ്രഹിക്കണ്ടേ? നീ ദുആ ചെയ്ത് പഠിച്ചു തരും.
നിനക്ക് ആ സമയത്ത് കംഫോർട്ട് ബെൻസ് അല്ല, ഒരു ബൈക്കാണ്. 10,000 രൂപത്തെ വരുമാനം ഉണ്ടാകുമ്പോൾ ഒരു ബൈക്കാണ്. പക്ഷെ നിനക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യ്. എന്തിന്? അള്ളാഹു എനിക്ക് ഏറ്റവും നല്ലൊരു വാഹനം വാങ്ങാൻ തൗഫീഖ് നൽകണമെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ 4 അതിലൊന്ന് നല്ല മനോഹരമായ അയാളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള ഒരു വാഹനം. പിന്നെയോ 2 മസ്കനുൻ വാസിയ, വിശാലമായ വീട്. അങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, വിശാലമായ വീട് എന്നാണ് പറഞ്ഞത്. അപ്പൊ 1000 സ്ക്വയർ ഫീറ്റും 500 സ്ക്വയർ ഫീറ്റിനും ദുആ ചെയ്യണ്ട. അള്ളാഹു എനിക്ക് നല്ലൊരു മനോഹരമായ വീടെടുക്കാൻ തൗഫീഖ് നൽകണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യേ. ഈ മസ്കനുൻ വാസിയ, വിശാലമായ വീടെന്ന് പറയുമ്പോ അതൊരു പക്ഷേ ചില ആളുകൾക്ക് അവരവരുടെ സമ്പത്തിനനുസരിച്ചിട്ടാണ് സൗകര്യമുണ്ടാവുക. തീരെ വരുമാനമില്ലാത്തവർ അവരൊരു പക്ഷേ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തുകൊണ്ട് 10,000 സ്ക്വയർ ഫീറ്റിന്റെ വീട് എടുക്കണമെന്നല്ല. അള്ളാഹുവിനോട് നമ്മൾക്ക് ദുആ ചെയ്യാം, അള്ളാഹുവേ വിശാലമായ വീട് വേണമെന്ന്. വീടിന്റെ റൂം തന്നെ വ്യത്യസ്തമായ സൈസ് ആയിരിക്കും, അല്ലെ? 12 ഉള്ളവരുണ്ടാകും, 12 16 സൈസ് വെക്കുന്നവരുണ്ടാകും, 8 വെക്കുന്നവരുണ്ടാകും. റൂമിന്റെ വലുപ്പം കുറയുന്നതിനനുസരിച്ച് ഒരു കുബുസ് നമ്മുടെ മനസ്സിലുണ്ടാവും. വീടിടുങ്ങുമ്പോ മനസ്സിടുങ്ങും, അത് ഉറപ്പാണ്. വീടിടുങ്ങുമ്പോ നമ്മൾക്കൊരു എന്തൊരു കൺജസ്റ്റഡ് ഫീൽ ചെയ്യും, നമ്മുടെ മനസ്സും ഒന്ന് ഇടുങ്ങും. അതുകൊണ്ട് വിശാലമായ വീട് അല്ലാഹു തആല നമ്മൾക്ക് എല്ലാവർക്കും വിശാലമായ വീട് നൽകി അനുഗ്രഹിക്കട്ടെ. അതേപോലെ 3ാമത്തെ സൗഭാഗ്യം എന്ന് പറയുന്നത് ദീനിയായ മേഖലകളിൽ ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യയാണ്. 4ാമത്തെ സൗഭാഗ്യം, ഏറ്റവും വലിയ സൗഭാഗ്യം അല്ലാഹുവിനെ തേടിയുള്ള സൽസ്വഭാവിയായ അയൽവാസിയെ ലഭിക്കലാണ്. ഈ 4 ഭാഗ്യം ഒരാൾക്ക് ലഭിച്ചാൽ അയാൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. എല്ലാം ആയില്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വപ്നം എന്താ? ആദ്യം ഒരു 18 വയസ്സായ പഠിച്ചാൽ നല്ലൊരു പെണ്ണ് കിട്ടണം ഇങ്ങനെ ദുആ ചെയ്യും. പെണ്ണ് കിട്ടാൻ വേണ്ടിയിട്ട് കുറെ ദുആ ചെയ്യും. ഉമ്മാട് പറയും അയാൾ പെണ്ണെട്ടി, ഉമ്മ അപ്പുറത്തുള്ള ആളൊക്കെ പെണ്ണെട്ടി, ഞാൻ മാത്രം ബാക്കിയുള്ളെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പെണ്ണ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യും. അങ്ങനെ നല്ലൊരു ദീനിയായ പെണ്ണ് കിട്ടിയോ, നിന്റെ ഭാഗ്യങ്ങളിൽ ഒന്ന് പൂർത്തിയായി. പിന്നെ പെണ്ണ് കിട്ടിയാ പിന്നെ നിന്റെ അടുത്ത ചിന്ത ഒരു വീട് വേണം. പിന്നെ ഉമ്മയും ഉപ്പയും കാണാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ട്, അങ്ങനെ വീടെടുത്ത് പോവല്ല. സൗകര്യം പോലെ വീട്ടിൽ ജ്യേഷ്ഠന്മാരൊക്കെ അനുജന്മാരൊക്കെ ഉണ്ട്, മക്കളൊക്കെ കുറെ ആകുമ്പോൾ വീടെടുത്ത് മാറേണ്ടി വരും. അപ്പൊ നിനക്കൊരു മസ്കനുൻ വാസിയ, വിശാലമായൊരു വീടും കൂടി എടുത്താൽ നിങ്ങൾക്ക് സൗകര്യം പോലെ യാത്ര ചെയ്യാൻ സ്വന്തമായൊരു വാഹനം. അപ്പൊ നിങ്ങൾക്ക് ഏത് രീതിയിലും നിങ്ങളുടെ വാഹനത്തിൽ യാത്ര ചെയ്യാം. ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോ വീട്ടിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് നടക്കണം. ഒരുപക്ഷെ ബസ്സിൽ വരെ അന്യപുരുഷന്മാരുടെ അടുത്തിരിക്കേണ്ടി വന്നേക്കാം സ്ഥലമില്ലാത്ത സമയങ്ങളിൽ. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായി യാത്ര ചെയ്യാനൊരു വാഹനം. അതേപോലെ ഇത് നിനക്ക് ലഭിച്ചാൽ പിന്നെ വേണ്ടതെന്താണ്? കളിച്ചും ചിരിച്ചും നിന്റെ ജീവിതത്തിന്റെ സമയം ചെലവഴിക്കാൻ സൽസ്വഭാവികളായ അയൽവാസികൾ, വീടായി, വണ്ടിയായി, ഭാര്യയായി, അയൽവാസികളായി. ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ചെറിയ വീടിന് വേണ്ടിയിട്ട്, ചെറിയ വണ്ടിക്ക് വേണ്ടി ദുആ ചെയ്യണ്ട. മക്കളില്ലാത്ത ആളുകൾ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുവേ എനിക്കൊരു കുഞ്ഞിക്കാലെങ്കിലും കാണാൻ തൗഫീഖ് നൽകണമെന്ന്. ഒരു കുഞ്ഞിക്കാല് കാണാൻ ദുആ ചെയ്യണം, ഒരു കുഞ്ഞിക്കാലെങ്കിലും. അങ്ങനെ എന്തിനാ അങ്ങനെ ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ എനിക്ക് ഒരുപാട് മക്കളെ തരണേ എന്ന് ദുആ ചെയ്തുകൂടെ? അങ്ങനെ ചെയ്തൂടെ? അല്ലാഹുവേ എനിക്ക് ഒരുപാട് മക്കളെ തരണേ അല്ലാഹ്. പിന്നെ ചില ആളുകൾ ദുആ ചെയ്യും, അല്ലാഹുവേ മരണസമയത്ത് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കാൻ തൗഫീഖ് നൽകണമെന്ന്. എന്തിനാണ് ഫോട്ടോ? അല്ലാഹുവേ സ്വർഗം തന്നെ കാണിച്ചെന്ന് നീ മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്തുകൂടെ? സ്വർഗം തന്നെ കണ്ടുകൊണ്ട് നമ്മൾക്ക് മരിച്ചുകൂടെ? അല്ലാഹു തആല സ്വർഗം തന്നെ നമ്മൾക്ക് കാണിച്ചു തരൂലേ? ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെ ദുആ ചെയ്യ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. أول زمرة تدخل الجنة على صورة القمر ليلة البدر. ചില ആളുകളുടെ മുഖം 14-ാം രാവിന്റെ ആ ചന്ദ്രനെ പോലെ ഉണ്ടാകും. നമ്മളെപ്പോഴും മറക്കാത്ത ചില മുഖങ്ങളുണ്ട്. അതിലൊന്നാണ് മഹാനായ ശംസുൽ ഉലമയുടെ മുഖം. ഒരിക്കലും നമ്മൾക്ക് മറക്കാൻ കഴിയില്ല. എന്തോ ഒരു വെളിച്ചമാണ് അല്ലെ ശംസുൽ ഉലമയുടെ മുഖം. എന്തൊരു ഗാംഭീര്യം, എന്തൊരു വെളിച്ചം. ഇന്ന് ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഒരു ഹൈബത്തും വക്കാറും കാണുമ്പോൾ ഒരു പേടിയൊക്കെ എല്ലാവർക്കും ഫീൽ ചെയ്യും. അതാണ് ബദർ, ലൈലത്തുൽ ബദർ, 14-ാം രാവിന്റെ ചന്ദ്രനെ പോലെ ചില ആളുകളുടെ മുഖങ്ങൾ പ്രകാശിക്കുന്നുണ്ടാകുമെന്ന്. സ്വർഗത്തിലേക്ക് ആദ്യമായി പോകുന്ന വിഭാഗത്തിൽപ്പെട്ടവര് അവരുടെ മുഖം 14-ാം രാവിന്റെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ
പിന്നെ അവർക്ക് ശേഷം ഓരോ ആളുകൾക്ക് ശേഷം പോകുന്നത് ആ പ്രകാശം ഇങ്ങനെ കുറഞ്ഞു വരും. ചന്ദ്രനിൽ നിന്ന് കുറഞ്ഞു, നക്ഷത്രങ്ങളായി നക്ഷത്രങ്ങളിൽ നിന്ന് കുറഞ്ഞു, അങ്ങനെ സാധാ വിളക്കായ അവസാനം 0 വാട്ട് ബൾബ് വരെ ഓരോ ആളുകളുടെ മുഖങ്ങൾ പ്രകാശിക്കുമെന്നാണ് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ മുഖം അല്ലാഹു പ്രകാശിപ്പിച്ചു തരട്ടെ. അത്തരം സാഹചര്യങ്ങളിൽ അല്ലാഹുവിലേക്ക് നീനാളെ അർശിന്റെ തണൽ നൽകണമെന്നുള്ള നീയത്തോടുകൂടി വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്ത നല്ല സംഖ്യ തന്നെ നമ്മളെല്ലാവരും ബക്കറ്റിലിടുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ അടുത്ത് ഞാൻ പഠിച്ചത് മാലിക് ദിനാർ ഇസ്ലാമിക് അക്കാദമിയിലാണ്, തളങ്കരയിൽ. അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ബക്കറ്റുകളിൽ ഭൂരിഭാഗം ആളുകൾ 2000 1000 ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ ബക്കറ്റിൽ തന്നെ കിട്ടാനിടയാണ്. 1.5 ലക്ഷത്തോളം രൂപ. എന്തുകൊണ്ട്? വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ നല്ല സംഖ്യ ഇടണം ബക്കറ്റിൽ. അർശിന്റെ തണൽ അല്ലാഹു നൽകും. ആളുകൾ അങ്ങോട്ട് ഇട്ടുകൊടുത്തു, നല്ല സംഖ്യയും കിട്ടി. ആളുകൾക്ക് അല്ലാഹു അർശിന്റെ തണൽ നൽകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ ആളുകളും സ്ത്രീകളായാലും പുരുഷന്മാരായാലും നിങ്ങളുടെ കൈകളിലുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഖ്യയുടെ അലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്തൊക്കെയാണ് മുഖം പ്രകാശിപ്പിക്കപ്പെടാനുള്ള അമലുകൾ? എന്തൊക്കെയാണ്? ഒന്നാമത്തേത് ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞു, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുക എന്നുള്ളത്. പിന്നെ എന്താണ് ഒരാളുടെ മുഖം പ്രകാശിപ്പിക്കാനുള്ള അമലുകൾ? ഖിറാഅത്തുൽ ഖുർആനിൽ കരീം, പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുക. ഞാൻ ചോദിക്കട്ടെ സദസ്സിലുള്ളവരോട്, ഇന്ന് ഒരു ജിസ് ഖുർആൻ ഓതിയവരുണ്ടോ? ഹാഫിലിങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോ, നമുക്ക് പോകണ്ട. ഹാഫിലിങ്ങളാ ഓടിക്കുന്ന ആളുകളാ? ഒരു ജ്യൂസ് ഓതിയവരെന്ന് കൈ പൊക്കിയ. ഹാഫിലിങ്ങളൊന്നും വേണ്ട, മറ്റുള്ളവർ. ആരുമില്ല. പിന്നെന്തിനാണ് അല്ലാഹു നമ്മൾക്ക് ഖുർആൻ തന്നത്? എന്തിനാണ് അല്ലാഹു തആല ഒരാളുണ്ട്? അല്ലാഹു എന്തിനാണ് നമ്മൾക്ക് ഖുർആൻ തന്നത്? ഷെൽഫിൽ വെക്കാനാണോ? എന്തിന്? നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഓതാനല്ലേ മൊബൈൽ ഫോണിൽ ഖുർആൻ ആപ്പുകൾ തന്നത്. നിങ്ങളുടെ സൗകര്യം പോലെ ഓതാൻ. ഷോപ്പിലിരിക്കുമ്പോൾ ഓതാം, ബസ്സിലിരിക്കുമ്പോൾ ഓതാം, ട്രെയിനിലിരിക്കുമ്പോൾ ഓതാം, ബസ് സ്റ്റാൻഡിലിരിക്കുമ്പോൾ ഓതാം, സ്കൂളിന്റെ ഇന്റർവെല്ലുകളിൽ ഓതാം. എവിടെ വെച്ചും നിങ്ങൾക്ക് ഓതാൻ വേണ്ടിയല്ലയോ മൊബൈൽ ഫോണുകളിൽ ഖുർആൻ ആപ്പുകൾ ഉണ്ടായത്? മറ്റുള്ള മുസ്ഹഫുകൾ നമ്മുടെ വീട്ടിലുണ്ടായതൊക്കെ എന്തിന്? ഖുർആൻ ഓതാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, മുസ്ഹഫിന് നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണുകളിൽ ഓതുന്നുണ്ട്. ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കണം, അന്നത്തെ ഏറ്റവും നല്ല ഡിവൈസ് ആയിരുന്നു മുസ്ഹഫ് എന്നുള്ളത്. അന്ന് ആദ്യം എങ്ങനെയാ മുസ്ഹഫ് എഴുതിയത്? കല്ലില്, മുള്ളില്, എല്ലുകളില്, ഇലക്കഷ്ണങ്ങളിൽ, പലകകളിൽ, അല്ലെ? ആദ്യം എങ്ങനെ എഴുതി? പിന്നെ കാലം ഇംപ്രൂവ് ആയപ്പോ എന്തായി? തോലുകൾ എഴുതി വെച്ചു, തോലുകൾ എഴുതി കൂട്ടി. പിന്നെ വീണ്ടും ഇംപ്രൂവ് ആയി, പിന്നെ അത് കടലാസിലേക്ക് എത്തി, പിന്നെ വീണ്ടും ഇംപ്രൂവ് ആയി, അത് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് എത്തി. അപ്പൊ ഇതൊന്നും ഓതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആരും നിഷേധിക്കരുത് ദയവ് ചെയ്തിട്ട്. ചില പള്ളികളിലൊക്കെ ഖുർആൻ ഓതുന്നത് കാണുമ്പോൾ വയസ്സന്മാർ ചൂടാവും. എന്നോടൊരു ഉസ്താദ് പറഞ്ഞാൽ, ഞാൻ ഓതും, എന്നോട് ഇപ്പുറത്തുള്ള ഒരു വയസ്സൻ ചൂടാ, നിങ്ങൾക്കെങ്കിലും മുസ്തഫർ ഓതിക്കൂടെ? എന്റെ പേരിൽ ഓതിയാൽ? അന്നത്തെ ഏറ്റവും വലിയ ടെക്നോളജി അതായിരുന്നു. ഇന്നത്തെ ടെക്നോളജി ഇതാ. ഈ കാലത്താണ് ലഭിച്ചങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ മൊബൈൽ ഫോൺ എങ്ങനെയാ ഖുർആൻ ഉണ്ടാവുക? ഇതന്നെ ആപ്പുകൾ തന്നെയാണ് ഉണ്ടാവുക. കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളാണത്. നമ്മളതിനെ എന്ത് ചെയ്യരുത്? തള്ളിക്കളരുത്. ടെക്നോളജി ഉപയോഗിക്കാനുള്ളതാണ്. പക്ഷെ മുസ്ഹഫ് അത് വളരെ പവിത്രമാണ്. മുസ്ഹഫിലേക്ക് നോക്കിയാൽ കൂലി ലഭിക്കുന്നത് പോലെ മൊബൈൽ ഫോണിലുള്ള ഖുർആനിന്റെ പേജിലേക്ക് നോക്കിയാലും കൂലി കിട്ടും. ഇത് മുസ്ഹഫ് തന്നെയാണ്, ഇതും ഖുർആൻ തന്നെയാണ്. അതുകൊണ്ട് ഇത് നിസ്സാരമാക്കി കളയരുത്. ഉമയോടുകൂടി തന്നെ പാരായണം ചെയ്യണം. ഇനി മൊബൈൽ ഫോണാണെന്ന് വെച്ച് ഉമ ഇല്ലാതെ നിങ്ങൾ പാരായണം ചെയ്യരുത്. ഉമയോടുകൂടി തന്നെ പാരായണം ചെയ്യണം. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. പരിശുദ്ധമായ ഖുർആൻ ഉമയോടുകൂടി മാത്രമേ നമ്മൾ പാരായണം ചെയ്യാൻ പാടുള്ളൂ. അതൊരു മര്യാദയാണ്. ഖുർആൻ എഴുതുമ്പോഴുള്ള അച്ചടക്കമാണ്. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും പറയാനുള്ളത്, പരിശുദ്ധമായ ഖുർആൻ ദിവസവും ഒരു ജുസ് എങ്കിലും ഓതാൻ നമ്മൾ തയ്യാറാവണം. കഴിയുമോ? ഖുർആൻ ഓതാൻ നിങ്ങൾ തയ്യാറാകോ? എങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ വെളിച്ചം നിങ്ങൾക്ക് കാണാൻ കഴിയും.
ഖുർആൻ ഓതണം. അത് ഹൃദയത്തിന്റെ രോഗങ്ങളെ ശുദ്ധീകരിക്കുമെന്നാണ്, ശരീരത്തിന്റെ അസുഖങ്ങൾക്ക് ശിഫ നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എന്താ പറഞ്ഞത്? ദവാഉൽ ഖൽബി ഖംസ, ഒരു മനുഷ്യന്റെ ഹൃദയങ്ങളിലെ രോഗങ്ങളെ ചികിത്സിക്കാൻ 5 മാർഗങ്ങളുണ്ട് എന്നല്ലേ പറഞ്ഞത്. മാനസികമായ രോഗങ്ങൾക്ക് മരുന്ന് കുടിച്ചാൽ ശിഫ ലഭിക്കൂല മുഅ്മിനീങ്ങളെ. ഒരു പാരസിറ്റമോൾ കുടിച്ചാൽ, ഒരു പനഡോൾ കുടിച്ചാൽ, ഒരു കഫ് സിറപ്പ് കുടിച്ചാൽ മനസ്സിന്റെ അസുഖങ്ങളെ മാറ്റാൻ കഴിയില്ല, ടെൻഷൻ മാറ്റാൻ കഴിയില്ല, ദുഃഖങ്ങൾ മാറ്റാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് മനസ്സിന്റെ ടെൻഷൻ മാറ്റുന്നത്? മനസ്സിന്റെ ടെൻഷൻ മാറ്റാനുള്ള മരുന്ന് പരിശുദ്ധമായ ഖുർആൻ കഴിവിന്റെ പരമാവധി വളരെ മനോഹരമായി അർത്ഥം മാറിച്ചുകൊണ്ട് പാരായണം ചെയ്യണമെന്നാണ് മഹാനായ ഇബ്രാഹിം അൽ-ഖബ്ബാസി തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത്. ഖുർആൻ ഓതുന്ന ആളുകൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ഒന്ന് ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളും. എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നാൽ പരിശുദ്ധമായ ഖുർആൻ എടുത്തോടണം. അർത്ഥം അറിയുമെങ്കിൽ നല്ലതാണ്, അറിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ടെൻഷൻ മാറിക്കിട്ടും. ഒരാളുടെ ഹൃദയത്തിന്റെ അസുഖങ്ങൾക്കുള്ള മരുന്ന് 5 എണ്ണമാണ്. ഒന്ന് ഖുർആൻ അർത്ഥം ആലോചിച്ചുകൊണ്ട് ഖുർആൻ ഓതലാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയാം, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ശാരീരികമായ അസുഖങ്ങൾക്കുള്ള പരിഹാരം ഖുർആനാണ്. ഖുർആൻ ഓതിയ രോഗത്തിന് ശമനുണ്ടാവും, രോഗമാവാതെ രക്ഷപ്പെടാൻ കഴിയും, ക്യാൻസർ വരാതെ രക്ഷപ്പെടാൻ കഴിയും ഖുർആൻ ഓതിയാൽ. വിശ്വാസമില്ലേ? വിശ്വാസമുണ്ടോ? എന്താ ഖുർആൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു എന്താ പറഞ്ഞത്? ഖുർആൻ മുഴുവൻ മരുന്നാണെന്നല്ലേ പറഞ്ഞത്? ഖുർആൻ മുഴുവനും മരുന്നാണ്, ഖുർആൻ ശമനമാണ്. ഇനി നിങ്ങൾ ആലോചിക്കേ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഓർക്കുന്നുണ്ടോ? നബിതങ്ങൾ എന്താ പറഞ്ഞത്? ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരാൾ 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, 1 തവണ മുഅവ്വിദത്തൈൻ ഓതണം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 1 തവണ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 1 തവണ. എന്നിട്ട് ഒരാൾ കൈകളിലേക്ക് ഓടിയിട്ട് ശരീരമാസകലം തടവിയാൽ അയാൾക്ക് അല്ലാഹു തആല മാരകമായ ഒരു രോഗങ്ങളും തരില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എവിടെയില്ലേ? ഇതൊക്കെ നഷ്ടപ്പെടുത്തരുത് കേട്ടോ, ഇതൊക്കെ നഷ്ടപ്പെടുത്തരുത്. ബക്കറ്റിലേക്ക് ഇട്ടോളൂ, പക്ഷെ ഇത് നഷ്ടപ്പെടുത്തരുത്. മാനസികമായ അസുഖങ്ങൾക്കുള്ള മരുന്ന് ഖുർആനാണ്, ശാരീരികമായ അസുഖങ്ങൾക്കുള്ള മരുന്നും ഖുർആനാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സഹോദരന്മാരെ കേട്ടോ, ഹോസ്പിറ്റലിൽ പോയി വിലപ്പെട്ട സമയം കളയണ്ട. ഡോക്ടറിന്റെ പോയാ ഇത് ഡോക്ടറുണ്ട്. ഒരിക്കലും തന്നെ ഞാൻ ബഹ്റൈനിൽ പോയപ്പോ ഒരു ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞു. ഉദ്ഘാടനം കഴിഞ്ഞ് ദുആ ചെയ്യണ്ടേ? ഷോപ്പിലൊക്കെ പോയാൽ നമുക്ക് ദുആ ചെയ്യാം, പഠിച്ചോനെ ഈ ഷോപ്പിൽ നീ ബർക്കത്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ദുആ ചെയ്യാം. ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ ഇപ്പൊ ദുആ ചെയ്യേണ്ടത്? ഞാനിങ്ങനെ ആലോചിച്ചു, പഠിച്ചോനെ എന്തിപ്പോ ഞാൻ ദുആ ചെയ്യാം? കുറെ രോഗികൾ ഉണ്ടാക്കാനാണ്. അതാണ് എന്റെ മനസ്സിലേക്ക് ഒരു ദുആ വന്നു, പഠിച്ചോനെ ഇവിടെ വരുന്ന രോഗികൾക്ക് തൃപ്തികരമായ സേവനം ചെയ്യാൻ നീ ഇവർക്ക് തൗഫീഖ് നൽകണേ എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യുന്നു. അപ്പോൾ ഡോക്ടർക്ക് സന്തോഷമാണ്, ഡോക്ടർക്ക് ഇങ്ങനെ മരുന്ന് നൽകുന്ന ആളാണ്. നല്ലൊരു നമ്മുടെ ആത്മീയ മേഖലകളിൽ തന്നെ നല്ലൊരു സംസ്ഥയൊക്കെ നല്ല സ്നേഹിക്കുന്ന നല്ലൊരു ഡോക്ടറാണ്. ഈ ഫീൽഡിൽ തന്നെ നമ്മുടെ ഈ ഒരു ആത്മീയമായ മേഖലയിൽ സജീവമായ വ്യക്തിയാണ്. നമ്മളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആലിമീങ്ങളെയും ഉസ്താദുമാരെയും പണ്ഡിതന്മാരെയൊക്കെ ദീനൊക്കെ സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെ വിലപ്പെട്ട സമയം കളയണ്ട. അത് ഡോക്ടർമാർക്ക്, നല്ല ഡോക്ടർമാർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല. ചില ആളുകളുടെയും ഇനി വരുത്താന്ന് പറഞ്ഞിട്ടൊക്കെ കുർത്തക്കെട്ട കുറച്ച് ആളുകളുണ്ടാവും, എല്ലാ ഭാഗത്തും കുറച്ച് ആളുകളുണ്ടാവുമല്ലോ. അപ്പൊ അവരെന്തെയും ഇങ്ങനെയുള്ള മരുന്നുകളൊന്നും പറഞ്ഞു തരില്ല. എന്ത് നമ്മൾക്ക് രോഗം വരാതിരിക്കാൻ എന്ത് ചെയ്യണം, എങ്ങനെയുള്ള ഭക്ഷണം നിയന്ത്രിക്കണം, അതൊക്കെ പറഞ്ഞു തരില്ല. എന്നാൽ ചില ഡോക്ടർമാർ വ്യക്തമായിട്ട് പറയും, നിങ്ങൾക്കൊരു അസുഖമില്ല, നിങ്ങൾ മരുന്ന് കുടിക്കേണ്ടതില്ല, നിങ്ങളിവിടെ വരേണ്ടതില്ല, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന്. അവർ ചെയ്യുന്ന സേവനം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സേവനങ്ങളാണത്. ഡോക്ടർമാർ ചെയ്യുന്നത് അല്ലാഹു പറഞ്ഞത് അഹബ്ബുന്നാസി, ജനങ്ങളിൽ വെച്ച് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ആരോടാണെന്ന് ചോദിച്ചാൽ അൻഫഉഹും, അവരിൽ ഏറ്റവും ഉപകാരമുള്ളവരാണ്. നമ്മൾക്ക് ഏറ്റവും ഉപകാരമുള്ളവരല്ലയോ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ? ഒരു പനി വന്നാൽ അവർ വേണം, ഒരു തലവേദന വന്നാൽ അവർ വേണം, ഒരു വായുവേദന വന്നാൽ അവർ വേണം, എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അവർ വേണം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ സർവീസാണ് അത്തരം ഡോക്ടർമാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ.
അതൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പണിയാണ്, അള്ളാഹുവിന് ഇഷ്ടമുള്ള അമലുകളാണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് അള്ളാഹുവിന്റെ ഹബീബിൽ പൂർണ്ണമായ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ചെയ്തോളൂ. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം, പാരായണം ചെയ്യണം. എന്നിട്ട് കൈകളിലൂടെ ശരീരമാസകരം ഓടിയാൽ ഊതിത്തടവിയാൽ അല്ലാഹു തആല മാരകമായ രോഗങ്ങൾ തരില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? നബി തങ്ങൾ പറഞ്ഞൊരു വിഷയത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഓതിക്കോളൂ, നിങ്ങൾക്ക് ഇത് കിട്ടും. വിശ്വാസം ഇല്ലാത്ത ആൾ ഖിയാമത്ത് നാൾ ഓതിയാലും കിട്ടൂല. ഒരു വിഷയം കൂടി ഞാൻ പറയാം. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു സഹാബിക്ക് അസുഖമുണ്ടായി. എന്തേലും അസുഖം വന്നു. എല്ലാ സഹാബാക്കളും സന്ദർശിക്കാൻ പോയി. മഹാനായ ഉമർ തങ്ങൾ സ്ഥലത്തെത്തിയപ്പോൾ ഉമർ തങ്ങളോട് ആ സഹാബി പറഞ്ഞു, നിങ്ങളൊന്ന് മന്ത്രിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഒന്ന് മന്ത്രിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഉമർ തങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? ഫാത്തിഹ ഓതിയിട്ട് അദ്ദേഹത്തിന് മന്ത്രിച്ച് ഊതി. ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിച്ച് ഊതി. അയാൾക്ക് പെട്ടെന്ന് ശിഫ ലഭിച്ചു. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് അയാൾ എണീറ്റു. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ വ്യക്തിക്ക് അതേ രോഗം പിടിപ്പെടുകയുണ്ടായി. അന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലശേഷമാണ്. അതുപോലെ സഹാബാക്കൾ സന്ദർശിക്കാൻ പോയി. ആ സമയത്ത് അവിടെ വന്ന ഒരാളോട് ആ രോഗി പറഞ്ഞു, നിങ്ങൾ എനിക്ക് മന്ത്രിച്ചു തരുമോ എന്ന് ചോദിച്ചു. ആ വന്ന ഒരു സഹാബി ഫാത്തിഹ ഓതി മന്ത്രിച്ചു കൊടുത്തു. പക്ഷേ രോഗം ശിഫയായില്ല. ഉമർ തങ്ങൾ ഓതിയപ്പോ ശിഫയായി, ഇദ്ദേഹം ഓതിയപ്പോ ശിഫയായില്ല. ആ സമയത്ത് ആ സഹാബി പറഞ്ഞതെന്താണ്? ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹയ്ക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. നബി തങ്ങളുടെ കാലത്തുള്ള അതേ ഫാത്തിഹയാണിത്, ഉമർ തങ്ങളുടെ കാലത്തുള്ള അതേ ഫാത്തിഹയാണിത്. ഇന്നുമുള്ള ഫാത്തിഹയും ആ ഫാത്തിഹയും ഒരു വ്യത്യാസമില്ല. വലാകിൻ ഐന യദ് ഉമർ, എവിടെ ഉമറിനെ പോലത്തെ നല്ല ഒരു സാലിഹായ മനുഷ്യന്റെ കൈകൾ എവിടെ? ഫാത്തിഹ അന്നത്തെ ഫാത്തിഹ തന്നെ ഇന്നുള്ളത്. പക്ഷെ എല്ലാവരും എഴുതിയാ മന്ത്രിച്ചാൽ ശിഫ കിട്ടൂല. പക്ഷെ നമ്മൾ സ്വയം വിശ്വാസത്തോടുകൂടി ചെയ്താൽ അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാവാൻ കഴിയും. മന്ത്രിച്ചോരുന്ന വിഷയം പറയുമ്പോൾ ഞാൻ ഒന്നുകൂടി നിങ്ങൾ ഉണർത്തുകയാണ്. നമ്മളൊക്കെ സിയാറത്തിന് സ്ഥിരമായി വരുന്നവരാണ്. സുന്നികൾക്ക് തന്നെ സുന്നത്ത് ജമാഅത്തിൽ സംശയമുള്ള കാലമാണ്. മനസ്സിലായോ? സുന്നികൾക്ക് വരെ സുന്നത്ത് ജമാഅത്തിൽ സംശയമുള്ള കാര്യമാണ്. അഥവാ സോഷ്യൽ മീഡിയ എന്നൊക്കെ കുറെ വീഡിയോകളൊക്കെ കേട്ടിട്ട് നമ്മളെ കുറിച്ച് നമുക്ക് തന്നെ സംശയം, ശരിയാണോ, സിയാറത്ത് പറ്റോ, ഇനി മൗലിദ് ഓതാൻ പറ്റുമോ, അങ്ങനെയൊക്കെ സംശയമുള്ള ആള്. ഞാൻ നിങ്ങൾക്ക് ഒരു വിഷയം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. നിങ്ങൾക്ക് പിന്നൊരു തെളിവും പ്രമാണവും ഒന്നും നിങ്ങൾ നോക്കി പോകണ്ടേ വേണ്ട. ഇവിടെ കൂടിയിരിക്കുന്ന ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കൂട്ടത്തിൽ, കുടുംബത്തിലോ നിങ്ങളുടെ അറിവിലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരണപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയ. ഒരാള്, 2 ആള്, 3 ആള്, 4 ആള്, 5, 6, 7, 8 സ്റ്റേജിലുണ്ടാവും അല്ലെ? ഡോക്ടറുണ്ട്, പുറത്തുള്ള ആളുണ്ട്. ഇവരൊക്കെ സുന്നികളായിരുന്നില്ലേ? അല്ലെ? ഇവരൊക്കെ സുന്നികളായിരുന്നില്ലേ? അല്ലെ? മൗലീദ് ഓതിയവരല്ലേ ഇവരൊക്കെ? ഹജ്ജാദ് ചൊല്ലിയവരല്ലേ ഇവരൊക്കെ? സിയാറത്തിന് വന്നവരല്ലേ ഇവരൊക്കെ? പിന്നെ മജ്‌ലിസുന്നൂർ ചൊല്ലിയവരാണ് ഇവരൊക്കെ. എനിക്കറിയാം ഇതുപോലെ എത്രയോ ആളുകൾ. ഞാൻ ഇടയ്ക്കിടെ സദസ്സിൽ ഞാൻ ചോദിക്കാറുണ്ട് വിഷയം. അപ്പൊ എല്ലാ സദസ്സിലും 10-15 ആളുകളെങ്കിലും കൈവക്കും. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ 4-5 സദസ്സിന് ചോദിച്ചിട്ടുണ്ട്. ഇതുവരെ 4-5 സദസ്സിൽ നിന്ന് ഒരു 10 ആളുകൾ കൈപ്പൊക്കിയിട്ടുണ്ട്. ഇങ്ങനെ അപ്പോൾ ഞാൻ ചോദിക്കുന്നവരൊക്കെ സുന്നികളായിരുന്നില്ലേ? അവർ പറയും സുന്നികളായിരുന്നു. മൗലീദ് ഓതിയിട്ടില്ലേ? ഓതിയിട്ടുണ്ട്. സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഹദ്ദാദ് ചൊല്ലിയിട്ടില്ലേ? ചെയ്തിട്ടുണ്ട്. നബിദിനം ആഘോഷിച്ചിട്ടില്ലേ? ആഘോഷിച്ചിട്ടുണ്ട്. അതൊക്കെ ശിർക്കും ബിദ്അത്തുമായിരുന്നുവെങ്കിൽ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ കഴിയുമായിരുന്നോ? കഴിയോ? അതൊക്കെ ശിർക്കായിരുന്നുവെങ്കിൽ മൗലൂദ് ചെയ്യുന്നതും സിയാറത്ത് ചെയ്യുന്നതും ഇസ്തിഗാസ ചെയ്യുന്നതും അതുപോലെ നബിദിനങ്ങളിൽ സന്തോഷിച്ചതൊക്കെ ശിർക്കും ബിദ്അത്തുമായിരുന്നുവെങ്കിൽ ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾക്ക്, മുശ്രിക്കീങ്ങളായ ആളുകൾക്ക് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ കഴിയുമായിരുന്നോ? ഇല്ല. അപ്പൊ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സുന്നത്ത് ജമാഅത്തിന് പിഴച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആളുകൾ പലതും പറയും. സോഷ്യൽ മീഡിയകളിൽ നിന്ന് പല വീഡിയോകളും കാണും, പല ടെക്സ്റ്റുകളും കാണും. അത്
അത് കണ്ടിട്ട് സംശയിച്ചു പോകണ്ട. നമ്മുടെ പൂർവ്വഗാമികളായ നമ്മുടെ ഉപ്പമാർ, നമ്മുടെ പിതാക്കളൊക്കെ എന്ന് ചൊല്ലി മരിച്ചവരാണ്. അവർ മൻകൂസോട് എഴുതിയിട്ടുണ്ട്. അത് തെറ്റാണെങ്കിൽ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ കഴിയുമായിരുന്നില്ല. അവർ സിയാറത്തിന് വന്നിട്ടുണ്ട്, സിയാറത്ത് ചെയ്തിട്ട് തവസ്സിലാക്കിയിട്ടുണ്ട്. അത് ശിർക്കാണെങ്കിൽ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ കഴിയുമായിരുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മരിക്കാനല്ലേ, മുസ്ലിമായി മരിക്കാനല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അപ്പൊ നമ്മുടെ സുന്നികളായ ആളുകൾ, സുന്നികളായ നമ്മുടെ നാടന്മാരായ ആളുകളാണിത്. ശംസുൽ ഉലമയെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, സാധാ നാടന്മാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവർ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സുന്നത്ത് ജമാഅത്തിന് എവിടെയും പോയിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് ഇത് തന്നെയാണ്. ഇനി വേറെ ഹദീസ് നോക്കേണ്ടതില്ല, വേറെ ഖുർആൻ നോക്കേണ്ടതില്ല. പാരത്രികമായ വിജയം അല്ലാഹു നൽകുന്നതാർക്ക്. ദുനിയാവിൽ ഫിത്നയും ഫസാദും ആഗ്രഹിക്കാത്ത ആളുകൾക്കാണ്, ദുനിയാവിൽ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാത്ത ആളുകൾക്കാണ്. മുത്തഖീനായ ആളുകൾക്ക് മാത്രമേ ആഖിബത്ത് നന്നായി മരണപ്പെടാൻ സാധിക്കുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ, ഈ കൈപൊക്കിയ 15 ആളുകൾ, ആ 15 ആളുകൾ മുത്തഖിയായിരുന്നു എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ആ 15 ആളുകൾ മൻകൂസമേറിയതും മാലകളും അതുപോലെ തന്നെ മജ്‌ലിസിനോടും സിയാറുകളൊക്കെ ശിർക്കും ബിദ്അത്തുമാണെങ്കിൽ അവർക്കൊരിക്കലും എന്താകാൻ പറ്റുമായിരുന്നില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് ഇനി സംശയിച്ചിട്ട് നിൽക്കണ്ട, ഇത് സത്യം തന്നെയാണ്. ഇനി ബിദ്അത്തുകാരായ ആളുകൾ അവർക്ക് ഇതേപോലെ മരണപ്പെടാൻ സാധിക്കുന്നുവെങ്കിൽ അൽഹംദുലില്ലാഹ് നല്ലത് തന്നെയാണ്. ബിദ്അത്തുകാർക്ക് ഇങ്ങനെ മരണപ്പെടാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾക്ക് സന്തോഷാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഈമാൻ സലാമത്തായി മരണപ്പെടണമെന്നാണ്. ആരും ഇവിടെ കാഫിറാകണമെന്നോ ആരും നരകത്തിലേക്ക് പോകണമെന്നോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ഈമാൻ സലാമത്തായി മരണപ്പെടണം. നമ്മൾക്കെതിരെ ശിർക്ക് ആരോപിക്കുന്നവർ, നമ്മൾക്കെതിരെ ബിദ്അത്ത് ആരോപിക്കുന്ന ആളുകൾ, അവരുടെ മരണങ്ങളൊന്ന് നിങ്ങൾ പഠിച്ചു നോക്കൂ. ഇതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ എന്ന് വേണമെങ്കിലും പഠനം നടത്തി നോക്കിക്കോളൂ. ഒരു പഠനം നടത്തിക്കോളൂ, ഒരു അന്വേഷണം നടത്തിക്കോളൂ. ഒന്നുമില്ല, നമ്മൾക്കൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. പറ്റുന്നുണ്ടോ? വലിയ സന്തോഷമാണ്. പറ്റുന്നില്ലേ? എന്തോ പ്രശ്നമുണ്ട്. എല്ലാരും ചൊല്ലിക്കൊള്ളുന്നില്ലേ? പിന്നെ സുന്നികൾ എല്ലാരും ചൊല്ലുന്നില്ലല്ലോ. എല്ലാ സുന്നികളും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നില്ല. ആരെങ്കിലും 10 ആള് മതി, ടോട്ടലിന് 10 ആള് മതി. ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ ആളുകൾക്കും ഈമാൻ സലാമത്തായി മരണപ്പെടാനുള്ള തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണ്? നമ്മുടെ അമൽ, നമ്മുടെ പരിശുദ്ധമായ ഖുർആൻ എന്നുള്ളത്, പരിശുദ്ധമായ ഖുർആൻ എന്നുള്ളത് നമ്മൾക്ക് മാറാരോഗങ്ങൾ വരാതിരിക്കാൻ നല്ലതാണ്. ഒരു കാര്യം കൂടി ഞാൻ ഉണർത്തിത്തരാം. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്, നബിതങ്ങൾ പറയുന്നുണ്ട്, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ഫീ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ഒരാൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ രണ്ട് ജുമഅക്കിടയിലുള്ള ഒരാഴ്ച അയാൾക്കിടയിലും ആകാശങ്ങൾക്കിടയിലും പ്രത്യേകമായ വെളിച്ചമുണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ്, വെള്ളിയാഴ്ച ദിവസം ഒരാൾ സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ എപ്പോഴാണ് ഓതേണ്ടത്? വെള്ളിയാഴ്ച അഥവാ വ്യാഴാഴ്ച അസ്തമിച്ച മഗ്‌രിബ് മുതൽ വെള്ളിയാഴ്ച അസർ വരെ, വെള്ളിയാഴ്ച മഗ്‌രിബ് വരെ സൂറത്തുൽ കഹ്ഫ് ഓതാനുള്ള സമയമാണ്. ഒരു തവണയല്ല, 2 തവണയല്ല, എത്ര തവണ കഴിയുമെങ്കിൽ അത്ര തവണ ഓതിക്കോളൂ. അടുത്ത ആഴ്ച വരെ അയാൾക്ക് അല്ലാഹു തആല എന്തെന്നില്ലാത്ത പ്രകാശം നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഐ ജഅലല്ലാഹു തആല ലഹു നൂറൻ ഫീ ഖൽബിഹി, അയാളുടെ ഹൃദയത്തിൽ അല്ലാഹു പ്രകാശം നൽകുമെന്നാണ്. വഫീ കുല്ലി അഹ്വാലിഹി, അയാളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലാഹു വെളിച്ചം നൽകുമെന്നാണ്. വനൂറൻ യസ്അദു മാ അമാലിഹി, അയാളുടെ എല്ലാ അമലുകളും ദിവസവും അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഉയർത്തപ്പെടുമ്പോ എന്തെന്നില്ലാത്ത പ്രകാശത്തോടുകൂടി വെളിച്ചത്തോടുകൂടിയാണ് അവരുടെ അമലുകൾ ഉയർത്തപ്പെടുക എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഈ മഹത്തായ ഹദീസിന്റെ താല്പര്യം അങ്ങനെയാണ്. അതേപോലെ എന്നോട് വിശ്വസിക്കാൻ പറ്റുന്ന വലിയൊരു മഹാനായ പണ്ഡിതൻ പറഞ്ഞതാണ്, എല്ലാ വെള്ളിയാഴ്ച ദിവസവും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ ക്യാൻസർ എന്ന് പറയുന്ന മാറാരോഗം പിടിപ്പെടൂല എന്ന്. എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫ് ഒഴിവാക്കാതെ പാരായണം ചെയ്താൽ ക്യാൻസർ പിടിപെടൂല എന്ന് നമ്മൾക്കൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ എന്നോട് പറഞ്ഞു.
അത് മാത്രമല്ല പ്രത്യേകമായ ഗ്രന്ഥങ്ങളിൽ സൂറത്തുൽ കഹ്ഫിന്റെ പ്രത്യേകതകളിൽ പറയുന്നുണ്ട്, സൂറത്തുൽ കഹ്ഫ് നിരന്തരമായി ഓതുന്നവർക്ക് കുഷ്ഠരോഗം ഉണ്ടാവില്ല എന്ന്, സൂറത്തുൽ കഹ്ഫ് ആഴ്ചയിൽ ഓതുന്നവർക്ക് മാറാരോഗങ്ങൾ ഉണ്ടാവില്ല എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ആരോഗ്യം ഖുർആനിലൂടെയാണ്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ വെളിച്ചം ഖുർആനിലൂടെയാണ്. അതുകൊണ്ട് ഖുർആനുൽ ഖുർആൻ ഒന്നാമതായി മുഖത്തിന്റെയും ശരീരത്തിന്റെയും ഖൽബിന്റെയും മുഖത്തിന്റെയും പ്രകാശം പരിശുദ്ധമായ ഖുർആൻ എഴുതുമ്പോഴാണ് നമ്മൾക്ക് കിട്ടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വെളിച്ചം നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മിനിമം ഒരു ദിവസമെങ്കിലും ഖുർആൻ ദിവസവും ഓതണം. വാദം കേട്ടിട്ട് തലയാട്ടിട്ട് പോയിട്ട് കാര്യമില്ല, മനസ്സിലായോ? വാലും കേട്ടിട്ട് തലയും മാറ്റിയിട്ട് പോയിട്ട് കാര്യമില്ല. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ 20 മിനിറ്റ് ചെലവഴിച്ചാൽ ഒരു ജുസ് തീർക്കാൻ കഴിയും. ഖുർആൻ ഓതാൻ സമയം ഞാൻ നിങ്ങൾക്ക് തരാം. ഇവിടെ വയസ്സായ എത്രയോ രക്ഷിതാക്കളുണ്ട്, ജോലി തിരക്കില്ലാത്ത ആളുകളുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള വിലപ്പെട്ട സമയം 2-3 ജുസ് ഓതി തീർക്കാൻ കഴിയും. ഓതാനിരിക്കുകയാണെങ്കിൽ ഉറങ്ങിയാൽ നടക്കൂല. പിന്നെ നിങ്ങൾക്ക് വേറൊരു അമലും കൂടി ഞാൻ പറഞ്ഞു തരാം. ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് പോകുന്ന സ്വഭാവം നമ്മൾക്കുണ്ടാവണം. ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിലേക്ക് പോകണമെന്ന ഈമാൻ സലാമത്തായിട്ട് മരണപ്പെടണ്ടേ? ഒരാൾക്ക് മുസ്ലിമായി മരണപ്പെടണം, ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മരണപ്പെടണമെന്നുള്ള ആഗ്രഹം ഒരാൾക്കുണ്ടെങ്കിൽ എവിടെ നിന്നാണോ ബാങ്കിന്റെ വിളി കേൾക്കുന്നത് അതേ സ്ഥലത്ത് പോയി ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കരിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്. മനസ്സിലായോ? ഈമാൻ സലാമത്തായിട്ട് മരണപ്പെടണമെങ്കിൽ 5 നേരം പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കണം. ഇനി ഒരാൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിലോ അയാൾക്ക് ഈമാൻ സലാമത്തായി മരണപ്പെടാൻ പ്രയാസമാണ്. ചെവി തുറന്ന് കേൾക്ക്. മുസ്ലിമായി കൊണ്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്നൊരാൾ ആഗ്രഹിച്ചാൽ അയാൾ ചെയ്യേണ്ടത് എന്താണ്? കേട്ടാൽ ഉടനെ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കണം. അസ്ർ ബാങ്ക് കേട്ടാൽ ഉടനെ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കണം. മഗ്‌രിബ് കേട്ടാൽ പള്ളിയിൽ പോകണം. ഇശാ കേട്ടാലും സുബ്ഹി കേട്ടാലും പള്ളിയിലേക്ക് പോകണം. നിങ്ങൾ നിങ്ങളുടെ നാടിന്റെ മഹല്ലിന്റെ പരിധിയിലുണ്ടെങ്കിൽ. യാത്രക്കാരായ ആളുകൾക്ക് ഇളവുണ്ട്, യാത്ര ചെയ്യുന്ന ആളുകൾക്ക് എക്സ്ക്യൂസ് ഉണ്ട്, അല്ലേ? യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ബന്ധിപ്പിച്ചോ വൈകിയാലൊന്നും തെറ്റോ കുറ്റമോ ആയ അല്ലാഹു കണക്കാക്കൂല, കാരണം നിങ്ങൾ യാത്രക്കാരാണ്. പക്ഷെ മഹല്ലിന്റെ പരിധിയിൽ ഉള്ളാളം എന്ന് പറയുന്ന ഈ ദർജ നിലനിൽക്കുന്ന ഈ മഹല്ലിന്റെ പരിധിയിൽ ളുഹർ ബാങ്ക് വിളിക്കുമ്പോൾ നിങ്ങളുണ്ടോ എങ്കിൽ നിർബന്ധമായും ജമാഅത്തിന്റെ പള്ളിയിലെത്തിയിരിക്കണം. സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ നിർബന്ധമായും പള്ളിയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കണം. അങ്ങനെ ഒരാൾ കൃത്യമായി പള്ളിയിലേക്ക് വരുന്ന ഒരാളാണെങ്കിൽ ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് വന്നാൽ നിസ്കാരം തുടങ്ങാൻ മിനിമം 20 മിനിറ്റിന്റെ സമയമുണ്ടാകും. ആ 20 മിനിറ്റ് വെറുതെ പള്ളിയുടെ വരാന്തയിൽ ഇരുന്നിട്ടോ ഹൗലിന്റെ സമീപത്തിരുന്നിട്ടോ സംസാരിക്കണ്ട. വേഗം സുന്നത്ത് നിസ്കരിച്ച് കഴിയുമെങ്കിൽ സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ചാക്കുന്നതാണ് നല്ലത്. വീട്ടിൽ വെച്ചാണ് സുന്നത്ത് നല്ലത്. വീട്ടിൽ വെച്ച് നിസ്കരിച്ച് പള്ളിയിലേക്ക് വന്ന് അല്ലെങ്കിൽ പള്ളിയിൽ തന്നെ നിസ്കരിച്ചാൽ ളുഹർ ബാങ്ക് കൊടുക്കുന്നത് വരെ പെട്ടെന്നൊരു മുസ്ഹഫ് എടുത്തിട്ട് ഓതാൻ നിന്നാൽ 15-20 മിനിറ്റ് നമ്മുടെ മുമ്പിലുണ്ട്. നന്നായി ഖുർആൻ ഓതാൻ കഴിയുന്ന ആളുകൾക്ക് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ഒരു ജുസ് ഓതി തീർക്കാൻ കഴിയും. യാതൊരു സംശയമില്ല, ഒരു ജുസ് ഓതി തീർക്കാൻ കഴിയും. ഞാൻ ചെയ്തിട്ടുണ്ട്, കഴിയും. ഒരു ജുസ് ഓതി തീർക്കാൻ കഴിയും. ബാങ്ക് കൊടുക്കുക, ഉടനെ നിസ്കരിച്ചു, ഇഖാമത്ത് കൊടുക്കുമ്പോഴേക്കും ഒരു ജുസ് ഓതി. അങ്ങനെ നിങ്ങളൊന്ന് ഇനി ഒരു ജുസ് വേണ്ട, അര ജുസ് എന്തായാലും ഓതി തീർക്കാൻ പറ്റൂല. അര ജുസ് പേടിക്കാതെ ഓതി തീർക്കാൻ പറ്റും. അങ്ങനെ അര ജുസ് സമയത്ത് അതേപോലെ അസ്റിന് പള്ളിയിലേക്ക് വന്നാൽ ഒരു ജുസ് നിസ്കാരത്തിന്റെ ഇഖാമത്ത് കൊടുക്കുന്നത് വരെ ഒരു ജുസായില്ലയോ? അതേപോലെ മഗ്‌രിബിന് വന്നാൽ തിരക്കില്ലാത്ത ആളുകൾ ഇശാ വരെ പള്ളിയിലിരുന്നുകൂടെ അവിടെ വെച്ച് വാക്യ ഓതിക്കൂടെ നമ്മൾക്ക്? അത് ഭൗതികമായ ഉപഹാരങ്ങൾക്ക് നല്ലതാണ്, തടമുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നത് പെൺമക്കളാണ്. ഏതോ ഒരു സഹാബി അവിടെ പോയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ വഫാത്തിന്റെ ശേഷം, നിങ്ങളുടെ മരണശേഷം മക്കൾക്ക് ജീവിക്കാൻ വേണ്ടി നിങ്ങൾ വല്ലതും വസിയത്ത് ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ ബൈത്തുൽ മാലിൽ നിന്ന് എടുത്തു വെച്ചോളാം എന്ന് പറഞ്ഞു. ആ സമയത്താണ് അബ്ദുല്ലാഹി ഇബ്നു
ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞത്, എന്റെ മക്കൾക്ക് ഞാൻ ഒന്നും വസിയത്ത് ചെയ്യുന്നില്ല, എന്റെ മക്കൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല, എന്റെ മക്കൾക്ക് കടമുണ്ടാവില്ല. കാരണം ഞാൻ എന്റെ മക്കളോട് എല്ലാ മകരും നിസ്കാരത്തിന് ശേഷവും സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യാൻ പറയാറുണ്ട്. ഞാൻ അറിയുന്ന കാലം മുതൽ ചിലവർ പാരായണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്റെ മക്കൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ദാരിദ്ര്യം ഉണ്ടാവില്ല, ഒതുക്കോളൂ, ധൈര്യമായിട്ട് ഒതുക്കോളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തോളൂ. ഖബറിൽ നിങ്ങൾക്ക് പേടിക്കാനുണ്ടാവില്ല. ഖബറിൽ അല്ലാഹുവിന്റെ മലക്കുകൾ ചോദ്യം പോലും ചെയ്യില്ല എന്നാണ്. ഖബറിൽ അല്ലാഹു തആല ശിക്ഷ നൽകില്ല എന്നാണ്. ആ സൂറത്തിൽ അല്ലാഹു വിളിച്ചത് ഹിയൽ മാനിയ ഹിയൽ മുൻജിയ. ഖബറിന്റെ അദാബിനെ തൊട്ട് തടയുന്ന സൂറത്താണത്. ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക് എന്ന് പറഞ്ഞു. അതും ഓടിക്കഴിഞ്ഞിട്ട് ഇശാ നിസ്കാരം വരെ ഓതിയാൽ ഒരു പുഷ്പം പോലെ ഓടി തീർക്കാൻ നിങ്ങൾക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഹദ്ദാദ് കഴിഞ്ഞ് വീട്ടിലെത്തി. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ സുബ്ഹി നിസ്കരിക്കാൻ പള്ളിയിൽ പോയി. അവിടെയും ഉണ്ട് 20 മിനിറ്റ്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ 1 മണിക്കൂറോളം നേരമുണ്ട്. ഇത്രയൊക്കെ സമയമുണ്ടായിട്ട് ഒരു ദിവസത്തിലേ ഓതിയിട്ടില്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങളെ എന്ത് പേരിട്ടിട്ടാണ് വിളിക്കേണ്ടത്? എന്ത് പേരിട്ടിട്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കേണ്ടത്? പറ. ഇത്രയൊക്കെ സമയം കിട്ടിയിട്ട് ഖുർആൻ ഒരു ജുസെങ്കിലും ഒരു ദിവസം ഓതുന്നില്ലെങ്കിൽ എന്ത് ഞാൻ നിങ്ങളെ വിളിക്കണം? പിന്നെ എങ്ങനെ മുസ്ലിം ഉമ്മത്തിൽ പ്രതാപമുണ്ടാകും, ഐക്യമുണ്ടാകും? ആ പഴയകാല സെറ്റപ്പ് എങ്ങനെ ഉണ്ടാകും? എന്താ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്? 2 കാര്യം ഞാൻ നിങ്ങൾക്ക് തരാം. മുറുകെ പിടിക്കണം നിങ്ങൾ, മുറുകെ പിടിക്കണം നിങ്ങൾ. അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം നിങ്ങൾ. അത് പിടിച്ചാൽ നിങ്ങൾ പരാജയപ്പെടില്ല. ലൻ തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ. ആ 2 കാര്യം മുറുകെ പിടിച്ചാൽ നിങ്ങൾ പരാജയത്തിന്റെ കൈപ്പിനീര് കുടിക്കേണ്ടി വരില്ല. ഏതൊക്കെയാണ് ആ 2 കാര്യം? ഒന്ന് കിതാബുല്ലാഹ്, പരിശുദ്ധമായ ഖുർആനാണ്. എന്നുവെച്ച് വോട്ടിൽ പോയിട്ടുള്ള മുസ്തഫിങ്ങിനെ മുറുക്കി പിടിക്കണമെന്നല്ല. ഖുർആൻ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞാൽ ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്യണമെന്നാണ്. ഖുർആൻ നിരന്തരമായി ഓതണമെന്നാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഓതിയില്ലെങ്കിൽ പരാജയം ഉണ്ടാകും. അതുകൊണ്ട് ഇന്നത്തെ വാതിലൊരു മാറ്റം ഉണ്ടാവേണ്ടത് ഇവിടെ കൂടിയിരിക്കുന്ന ചെറുപ്പക്കാരോട്, ചെറുപ്പക്കാരികളോട്, ഉമ്മമാരോട്, ഉപ്പമാരോട് പറയാനുള്ളത്, നാളത്തെ സുബഹി മുതൽ ഒരു ജുസ് ഖുർആൻ ഓതി തീർക്കാതെ ഒരാളും കടന്നുറങ്ങാൻ പാടില്ല. ഒരാൾ ഉറങ്ങാൻ പാടില്ല. ഇനി എന്തെങ്കിലും തിരക്കായി ഓടാൻ കഴിഞ്ഞില്ലേ, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഓതി തീർത്തിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ. ഞാൻ നിങ്ങൾക്കൊന്നും കൂടി ചെറിയൊരു ഉപകാരം നിങ്ങൾക്ക് ചെയ്യുന്ന ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. ഇന്നെത്രയാണ്? ഫെബ്രുവരി 24. ഇന്നേക്ക് നിങ്ങൾ 24 ജുസ് ഓതി തീർക്കണം. ഓരോ മാസത്തിൽ ഡേറ്റ് വെച്ചിട്ട് ഖുർആൻ ഓതിയാൽ മതി. ഇനി വരാൻ പോകുന്നത് മാർച്ച് 1 മാർച്ച് 1 ഒരു ജുസ് ഓതണം. മാർച്ച് 2 ആകുമ്പോൾ 2 ജുസ്, മാർച്ച് 3 ആകുമ്പോൾ 3 ജുസ്, മാർച്ച് 15 ആകുമ്പോൾ 15 ജുസ്, മാർച്ച് 30 ആകുമ്പോൾ 30 ജുസ്. ഒരു 10 ഓതിക്കൊണ്ട് ഒരു മാസത്തില്. ഇത് ഫസ്റ്റ് ഇങ്ങനെ ചെയ്യാം. പിന്നെ ഇതിങ്ങനെ ഒരു ഒഴുക്കിലേക്ക് വന്നാൽ മാർച്ച് 1 2 ജുസ്, മാർച്ച് 2 4 ജുസ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തിരക്കിനിടയിൽ വരെ ഇത്തരം അമലുകൾ ചെയ്യാൻ നമ്മൾക്ക് സമയം കണ്ടെത്തും ഇൻഷാ അല്ലാഹ്. അധ്വാനിച്ചാൽ നിങ്ങൾക്ക് സമയം കിട്ടും, അത് കിട്ടാറുണ്ട് ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും അല്ലാഹു ഇതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ ശക്തിയാണ്, ഖുർആൻ നമ്മുടെ വെളിച്ചമാണ്, ഖുർആൻ നമ്മുടെ ശാരീരികമായ ആരോഗ്യമാണ്, മാനസികമായ കരുത്താണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ടതില്ല. അല്ലാഹു പറയുകയാണ്, ഈ പരിശുദ്ധമായ ഖുർആനിനെ ജനങ്ങൾക്കുള്ള നൂറായിട്ടാണ് അല്ലാഹു ഏൽപ്പിച്ചു തന്നിരിക്കുന്നത്. ഖുർആൻ ഒരു നൂറാണ്. ഖുർആനിന് പ്രകാശമാണ് എന്നാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. അത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളാണോ എന്ന് ഓർമ്മയില്ല. ഏതായാലും പരിശുദ്ധമായ ഖുർആനോയും എല്ലാ ദിവസവും ഖുർആനോട് ഒരു ഖത്തം തീരാനായാൽ ഇപ്പൊ രാത്രി ഒരു വൈകുന്നേരം രാവിലെ ആകുമ്പോൾ ഒരു ഖത്തം തീരാനായി ഒല്ലുഹാക്കത്തിന് വിചാരിച്ചു എങ്കിൽ എല്ലാ മക്കളെയും ഒരുമിച്ച് കൂട്ടുമായിരുന്നു. വീട്ടിൽ ഭാര്യയെ വിളിക്കും, എല്ലാ മക്കളെയും വിളിക്കും, എന്നിട്ട് എല്ലാവരും കൂടി ടാബിന് വിളിക്കും. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പരിശുദ്ധമായ ഖുർആനിന്റെ പൂർത്തീകരിച്ച് കുടുംബസമേതം ഒന്നിച്ച് ദുആ ചെയ്യാറുണ്ട് എന്ന് ഹദീസുകളിൽ കാണാം.
അതൊക്കെ നമ്മൾ ചെയ്യണം. അങ്ങനെ ഒരു ഖത്തം തീരുമ്പോ മക്കളും വീട്ടിലുള്ള ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മാർച്ച് 30 5 പേരുണ്ടെങ്കിൽ 5 ഖത്തായില്ലേ? 5 ഖത്തായില്ലേ? നിങ്ങൾ ഒരു വീട്ടിൽ 5 ഖത്തായില്ലേ? എന്താണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്? നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറാക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലയോ? നിങ്ങളുടെ വീടുകളെ ഖബറാക്കരുത്. ഖുർആൻ ഓതാത്ത വീടുകൾ ഖബറിന് സമാനമാണെന്നല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്? അങ്ങനെ ഒരു മാസത്തിൽ 5 ഖത്തം എല്ലാവരും ഓതി 5 ഖത്തം ഓതിയിട്ട് ഇലാഹായ റബ്ബിനോട് ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ ദുആയിനെ തള്ളിക്കളയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 5 ഖത്ത് മാർച്ച് 1 ഓതാൻ തുടങ്ങിയതാ. മാർച്ച് 30 5 ഖത്തായി. അന്ന് രാത്രി മഗ്‌രിബിന് ശേഷം അല്ലെങ്കിൽ സുബഹിക്ക് ശേഷം എല്ലാവരും കൂട്ടമായിട്ട് ഇരുന്നിട്ട് ദുആ ചെയ്യാൻ. അല്ലാഹുവേ ഞങ്ങളുടെ ഓത്തിനെ നീ സ്വീകരിക്കണേ റബ്ബേ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഖുർആൻ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ റബ്ബേ. ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന കിതാബായി, ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഒരു ഗ്രന്ഥമായി ഏറ്റെടുക്കണേ അല്ലാഹ്. ഇങ്ങനെ ദുആ ചെയ്താൽ പഠിച്ചോനെ കടം വീട്ടി തരണേ റബ്ബേ. അസുഖങ്ങൾ നൽകല്ലേ റബ്ബേ. അല്ലാഹു തള്ളിക്കളയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഖുർആൻ ഒരിക്കലും നിങ്ങൾ കൈവെടിയരുത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ. കിതാബുല്ലാഹി ഫീഹിൽ ഹുദാ വന്നൂർ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് കിതാബുല്ലാഹ് ഖുർആൻ എന്ന് പറയുന്നത് അതിൽ അല്ലാഹുവിന്റെ സന്മാർഗമുണ്ട്, അതേപോലെ വന്നൂർ അതിൽ വെളിച്ചമുണ്ട്. നിരന്തരമായി ഓടുന്നവരുടെ മുഖത്ത് ആ വെളിച്ചം കാണാൻ കഴിയും. നിരന്തരമായി പാരായണം ചെയ്യുന്നവരുടെ ഹൃദയത്തിലും ആ വെളിച്ചം കാണാൻ കഴിയും. മഹാനായ ശംസുൽ ഉലമാ സുബ്ഹി നിസ്കാരം മുതൽ അദ്ദേഹത്തിന്റെ ഭാര്യയായ ഫാത്തിമ എന്നവർ പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയായ ഫാത്തിമ എന്നവർ പറയുകയാണ്, ഞാൻ അറിയുന്ന കാലം മുതൽ സുബ്ഹി നിസ്കാരത്തിന് മുമ്പ് മഹാനായ ശംസുൽ ഉലമയ്ക്ക് സൂറത്തുൽ അൻആം ഓതിത്തീരാറുണ്ട്. സുബ്ഹി ബാങ്കിന് മുമ്പ് സൂറത്തുൽ അൻആം ഓതിത്തീരാറുണ്ട്. അതാ കല്യാണം കഴിഞ്ഞത് മുതൽ തന്നെ മഹദി കാണാം. മുമ്പേ ഉണ്ടാകും സൂറത്തുൽ അൻആം ഏകദേശം ഒരു ജുസ്ഓളില്ലേ? ഞാൻ അറിയുന്ന കാലം മുതൽ സുബ്ഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് സൂറത്തുൽ അൻആം ഓടിത്തീർക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ ഒരു ദിവസത്തിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് സൂറത്തുൽ യാസീൻ ഓടിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് മരിക്കാൻ വഫാത്താകാൻ മഹാനായ ശംസുൽ ഉലമയ്ക്ക് സാധിച്ചത് വെറുതെയുമല്ല, ആ മുഖത്തിന്റെ പ്രകാശവും വെറുതെയല്ല. ഖുർആൻ നമ്മുടെ മുഖമുദ്രയാക്കി മാറ്റണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥം ആലോചിക്കുന്ന ഇവിടെ ഹാഫിലീങ്ങൾ ഒരുപാട് പേരുണ്ട്. ഈ ഹാഫിലീങ്ങളും അതേപോലെ ഇവരെ പഠിപ്പിക്കുന്ന പ്രഗത്ഭരായ ഉസ്താദുമാരോടും കമ്മിറ്റി ഭാരവാഹികളോടും എനിക്ക് പറയാനുള്ളത്, ഇവർ വെറും ഹാഫിലീങ്ങളാക്കി വിട്ടാൽ പോരാ, ഖുർആനിന്റെ ആഴങ്ങളിൽ ഗവേഷണം നടത്തുന്ന മക്കളാക്കി ഇവരെ മാറ്റണം. ഇവര് ഖുർആനിൽ ഗവേഷണം നടത്തണം. വെറും ഹാഫിലീങ്ങളെ കൊണ്ട് സമുദായത്തിനൊരു നേട്ടവുമില്ല. ഒരുപാട് ഹാഫിലീങ്ങൾ ഇറങ്ങിയത് കൊണ്ട് സമുദായത്തിനൊരു നേട്ടവുമില്ല. ഒരു ഹാഫിലീങ്ങൾ ഇറങ്ങിയിട്ട് ഒരു കാര്യം സമുദായത്തിനില്ല. വെറും ഹാഫിലീങ്ങൾ. മക്കളെ ഹാഫിലീങ്ങളാക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. എന്റെ മക്കളെ ഹാഫിലീങ്ങളാക്കണമെന്ന് പറയുന്നവരുണ്ട്. സമുദായത്തിന് നേട്ടമില്ല. ആ ഉപ്പാക്ക് നേട്ടമുണ്ടായേക്കാൻ നാളെ ആഖിറത്തിൽ 40ഓളം ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഉപ്പാക്ക് നാളെ അല്ലാഹു കിരീടം നൽകുമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് കുടുംബത്തിനോ ആ വീട്ടുകാർക്കോ ഉപകാരമില്ല എന്നല്ല, ഒരു ഹാഫിലിനെ കൊണ്ട് സമുദായത്തിന് നേട്ടമില്ല എന്നാണ്. വെറും ഹാഫിലായി ഇറങ്ങുകയാണെങ്കിൽ പോരാ, ഹാഫിലീങ്ങൾ മാത്രമായാൽ പോരാ. പരിശുദ്ധമായ ഖുർആൻ ആഴങ്ങളിൽ ഇറങ്ങി ഗവേഷണം നടത്തി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നോക്കി പുതിയ മുസ്ലിമീങ്ങളാകുന്ന പുതിയ ആളുകൾ, ഷേഖ് ഹംസ യൂസുഫിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ എത്രയോ പ്രഗത്ഭരായ പണ്ഡിതന്മാർ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പരിശുദ്ധമായ ഖുർആനിന്റെ ഓരോ ആയത്തുകൾ ഗവേഷണം നടത്തുകയാണ്. സയന്റിഫിക്കലി അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രീയമായ വിഷയങ്ങളൊക്കെ തെളിയിക്കുന്നത് ഖുർആനിലൂടെയാണ്. അങ്ങനെ ഒരു ആയത്ത് കൊണ്ട് തന്നെ എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വെറും മനപ്പാഠമാക്കി നമ്മുടെ മക്കളെ വിടരുത്. അവർക്ക് ഖുർആനിൽ അഗാധമായ പാണ്ഡിത്യം വേണം, തഫ്സീറുകളിൽ പാണ്ഡിത്യം വേണം, അതുപോലെ ശാസ്ത്രീയമായ മേഖലകളിൽ ഗവേഷണം നടത്താനുള്ള നൈപുണ്യം ഉണ്ടാവണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഈ ഖുർആനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. അല്ലാഹുവേ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ് അല്ലാഹു ഖുർആനിനെ ഇറക്കിയത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിനെ നമ്മൾക്ക് ഇറക്കി തന്നത്. ആ ഒരു വെളിച്ചം കിട്ടണമെങ്കിൽ നിരന്തരമായ ഖുർആൻ ഓതണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി നിങ്ങൾക്ക് പ്രകാശം ലഭിക്കുന്ന മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. അതും ഖുർആൻ തന്നെയാണ്.
ഖുർആനിലെ 2 സൂറത്തുകൾ, ഖുർആനിലെ 2 ആയത്തുകൾ എന്തെന്നില്ലാത്ത വെളിച്ചം നിരന്തരമായി പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുമെന്നാണ്. ഏതാണ് ആയത്ത്? ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് സമിഅ സൗതൻ, വലിയൊരു ശബ്ദം കേൾക്കാനിടയായി. ഫറഫഅ റഅസഹു, ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് അല്ലാഹുവിന്റെ ഹബീബ് നോക്കുകയുണ്ടായി. ഫഖാൽ, ആ സമയത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ ഹാദാ ബാബുൻ മിനസ് സമാ, ഇത് ആകാശത്തിൽ നിന്നുള്ളൊരു വാതിൽ തുറന്നതാണ് നബിയേ. ഇന്ന് വരെ ആ വാതിൽ തുറന്നിട്ടില്ല, ഇനി മേലാൽ ആ വാതിൽ തുറക്കുകയുമില്ല. ആ വാതിൽ തുറന്ന ഉടനെ ആ വാതിലിനോട് പരസലമെന്ന് മലക്കുന്നൊരു മലക്കിറങ്ങിയിട്ടുണ്ട് നബിയെ. ഇന്ന് വരെ ആ മലക്കിറങ്ങിയിട്ടില്ല, ഇനി മേലാൽ ആ മലക്ക് ഇറങ്ങുകയുമില്ല നബിയെ. ഫസല്ലമ, ആ മലക്ക് വന്നിട്ട് സലാം പറഞ്ഞു. വഖാല, എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, അബ്ശിർ ബിനൂറൈൻ, 2 നൂറ് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ നബിയെ. 2 വെളിച്ചം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ നബിയെ. 2 പ്രകാശം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ നബിയെ. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരാൾക്കും അല്ലാഹു നൽകാത്ത വെളിച്ചം അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഏതാണ് ആ 2 വെളിച്ചം എന്നറിയുമോ? ഒന്ന് ഫാത്തിഹത്തുൽ കിതാബ്, പരിശുദ്ധമായ ഖുർആനിലെ ഫാത്തിഹ ഇറങ്ങിയത് എങ്ങനെയാണ്? വലിയ അകമ്പടിയോടെയാണ്, വലിയ പ്രത്യേകതയോടുകൂടിയാണ് അല്ലാഹു ഫാത്തിഹ ഇറക്കിയത്. വഖവാതീമു സൂറത്തുൽ ബഖറ, പരിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്താണ്. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യഹാസിബുകും ബില്ലാഹ് ഫയഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാഉ എന്നിങ്ങനെ തുടങ്ങി ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി. ആ അവസാനത്തെ ആയത്തുകളും സൂറത്തുൽ ഫാത്തിഹയും വലിയൊരു അകമ്പടിയോടുകൂടിയാണ് ഇറങ്ങിയത്. അന്ന് തുറക്കപ്പെട്ട വാതിൽ മുമ്പ് തുറന്നിട്ടില്ല, ശേഷവും തുറക്കൂല. അന്ന് വന്ന് മലക്ക് മുമ്പ് ഇറങ്ങിയിട്ടില്ല, ശേഷവും ഇറങ്ങൂല. അത്രയും വലിയ അകമ്പടിയോടുകൂടി അല്ലാഹുവിന്റെ ഹബീബിന്റെ 2 പ്രകാശമാണെന്ന് പറഞ്ഞു. അല്ലാഹു ഇറക്കി കൊടുത്ത പ്രകാശമാണ് ഈ ഫാത്തിഹയും സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തായ ആമന റസൂലും. അതുകൊണ്ട് എല്ലാ ആളുകളും നിരന്തരമായി ഫാത്തിഹയും ആമന റസൂലും പാരായണം ചെയ്താൽ ഇൻഷാ അല്ലാഹ് അതിന്റെ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തില്, നിങ്ങളുടെ മുഖത്തില്, നിങ്ങളുടെ വീടുകളില്, നിങ്ങളുടെ ബിസിനസ്സില്, നിങ്ങളുടെ ആഖിറത്തിൽ കാണാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല, എന്റെ വാക്കുകൾ ഞാൻ വിസ്മരിക്കാൻ പോവുകയാണ്. പിന്നെ മുഖവും കൈകാലുകളും പ്രകാശിപ്പിക്കപ്പെടാനുള്ള മറ്റൊരു അമൽ എന്ന് പറയുന്നത് നന്നായി വുളൂ ചെയ്യുക എന്നുള്ളതാണ്. തണുപ്പുള്ള സമയങ്ങളിൽ കയറ്റി വുളൂ ചെയ്യണം. ഇസ്ബാഹുൽ വുളൂഇ അലൽ മക്കാര്, നല്ല തണുപ്പുള്ള രാത്രികളിൽ ശരീരത്തിലേക്ക് കയറ്റിക്കൊണ്ട് വുളൂ ചെയ്യണം. മുഖം കഴുകുമ്പോൾ ഇങ്ങനെ തടവിയാൽ പോരാ, കഴിവിന്റെ പരമാവധി അങ്ങേയറ്റത്തേക്ക് എത്തിക്കോട്ടെ. കൈ കഴുകുമ്പോൾ മുട്ട് വരെ പോരാ, തണ്ടം വരെ എത്തിക്കോട്ടെ. കാല് കഴുകുമ്പോൾ ഞെരിയാണി വരെ പോരാ, മുട്ട് വരെ എത്തിക്കോട്ടെ. അങ്ങനെ തണുപ്പുള്ള രാത്രികളിൽ നല്ല തണുപ്പ് വെള്ളം കൊണ്ട് വുളൂ ചെയ്യുമ്പോൾ ഒരു പ്രയാസമുണ്ടാകും. അതേപോലെ നല്ല ചൂടുള്ള സമയങ്ങളിൽ ചൂട് വെള്ളം കൊണ്ട് വുളൂ ചെയ്യുമ്പോൾ ഒരു പ്രയാസമുണ്ടാകും. ആ സമയങ്ങളിലൊക്കെ ആരൊക്കെയാണോ വുളൂ ചെയ്യുമ്പോൾ കയറ്റി ചെയ്യുന്നത്, ആ ആളുകളുടെ മുഖങ്ങളും കൈകാലുകളും നാളെ പ്രകാശിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അസ്സലാത്തു നൂർ, നിസ്കാരം പ്രകാശമാണ് മുഅ്മിനീങ്ങളെ. 5 നേരത്തെ നിസ്കാരം എന്നുള്ളത് നൂറാണ്. 5 നേരത്തെ നിസ്കാരം നിരന്തരമായി തെറ്റാതെ സമയത്തിൽ വൈകിപ്പിക്കാതെ സമയത്ത് നിർവഹിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഖബർ വിശാലമാക്കുമെന്ന്, ഖബർ പ്രകാശിപ്പിച്ചു തരുമെന്ന്, ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. നിസ്കാരം നൂറാണ്. ഇത് ഞങ്ങൾ പറഞ്ഞു, ആരാണോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാങ്കിന്റെ വിളി കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് പോകുന്നവർ, ബാങ്കിന്റെ വിളി കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് പോകുന്നവർ, വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നവരല്ല, വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നവരല്ല. ആരാണോ ബാങ്കിന്റെ വിളി കേൾക്കുമ്പോൾ മഹല്ലിന്റെ പരിധിയിലുണ്ടെങ്കിൽ പള്ളിയിലേക്ക് പോകുന്നത്, അവർക്ക് അവരുടെ മുഖത്തും ശരീരത്തിലും ഹൃദയത്തിലും എന്തെന്നില്ലാത്ത വെളിച്ചം ഖിയാമത്ത് നാളിൽ ഉണ്ടാകുമെന്ന്
എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വാക്കുകൾ ഞാൻ സംഹരിക്കാൻ പോവുകയാണ്. ബശ്ശിരിൽ മശ്ശാഈന തുബ്ലനി ഇലൽ മസാജിദ് ബിന്നൂരി താമി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഒരു വിഭാഗം ആളുകൾക്ക് എന്തെന്നില്ലാത്ത വെളിച്ചം അല്ലാഹു നൽകുമെന്നാണ്. ആരാണ് ആ വിഭാഗം എന്നറിയോ? ഇശാ നിസ്കാരത്തിനും സുബ്ഹി നിസ്കാരത്തിനും ഇരുട്ടിലൂടെ പള്ളിയിലേക്ക് നടന്നു വരുന്നവരാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇരുട്ടുള്ള സമയത്ത് പള്ളിയിലേക്ക് വരുന്നത് ഏത് നിസ്കാരത്തിനാ? പള്ളിയിലേക്ക് വരുമ്പോ ഇരുട്ടിലൂടെ വരേണ്ടത് സുബഹിക്ക് വരണം, പിന്നെ ഇശാഇന് വരണം, മഗ്‌രിബിന് വരണ്ട. മഗ്‌രിബിന് വരുന്ന സമയത്ത് വെളിച്ചുണ്ടാകും. ബശ്ശിരിൽ മശ്ശാഈന, നടന്ന് പള്ളിയിലേക്ക് വരുന്നവർക്ക് നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കൂ നബിയെ. ഏത് സമയത്ത്? ഇരുട്ടുള്ള സമയങ്ങളിൽ. ഖിയാമത്ത് നാളിൽ പരിപൂർണമായ വെളിച്ചം അവർക്കുണ്ടാകുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പ്രവർത്തനങ്ങളൊക്കെ, ഈ അമലുകളൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ പ്രകാശമാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുക. നബിത്തങ്ങളെ നിരന്തരമായി പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥന കൂടി പറഞ്ഞു ഞാൻ എന്റെ വാക്കുകൾ വിസ്മരിക്കുകയാണ്. നബിത്തങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ. എന്തിനാ ഈ നൂറ്? നിങ്ങൾ ആലോചിക്കുക, എന്തിനാ ഈ പ്രകാശം? അതുകൊണ്ട് എന്താ നേട്ടം? നിങ്ങൾ ആലോചിക്കുക, എന്തിനാ നബിത്തങ്ങൾ അങ്ങനെ ദുആ ചെയ്തത്? അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ. അല്ലാഹുവേ, എന്റെ ഹൃദയത്തിൽ നീ വെളിച്ചം നൽകണേ അല്ലാഹ്. ഒന്ന്, അല്ലാഹുമ്മ ജഅൽ ഫീ ബസരി നൂറാ. എന്റെ കണ്ണിൽ നീ വെളിച്ചം നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ജഅൽ ഫീ സമഇ നൂറാ. എന്റെ ചെവിയിൽ നീ പ്രകാശം തരണേ റബ്ബേ. വഅൻ യമീനി നൂറാ. എന്റെ വലതു ഭാഗത്ത് നീ പ്രകാശം തരണേ അല്ലാഹ്. വഅൻ യസാരി നൂറാ. എന്റെ ഇടതു ഭാഗത്ത് നീ പ്രകാശം തരണേ അല്ലാഹ്. വഫൗഖി നൂറാ. എന്റെ മുകൾ ഭാഗത്ത് പ്രകാശം തരണേ അല്ലാഹ്. വതഹ്തി നൂറാ. എന്റെ താഴ്ഭാഗത്ത് പ്രകാശം തരണേ അല്ലാഹ്. വഅമാമി നൂറാ. എന്റെ മുൻഭാഗത്ത് പ്രകാശം തരണേ അല്ലാഹ്. വഖൽഫി നൂറാ. എന്റെ പിൻഭാഗത്ത് പ്രകാശം തരണേ അല്ലാഹ്. വഅൽഹിംനി നൂറാ. പ്രകാശം കൊണ്ട് നീ എന്നെ ആവരണം ചെയ്യണേ റബ്ബേ. പ്രകാശം കൊണ്ട് നീ എന്നെ കവർ ചെയ്യണേ അല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നിരന്തരമായി ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഇതിന് മഹത്വമില്ലെങ്കിൽ, ഈ നൂറിൽ മഹത്വമില്ലെങ്കിൽ എന്തിനാണ് നബിത്തങ്ങൾ നിരന്തരമായി ഇങ്ങനെ ദുആ ചെയ്തത്? എന്തിനാ ദുആ ചെയ്തത്? എന്തിനാ ഇതിന് ദുആ ചെയ്യേണ്ട ആവശ്യമുണ്ട്? കണ്ണിനും പ്രകാശം വേണം, മൂക്കിനും പ്രകാശം വേണം, ചെവിയിലും വേണം, നാവിലും വേണം, മുകളിലും വേണം, താഴെയും വേണം, വലതുഭാഗം, ഇടതുഭാഗം, മുൻഭാഗം, പിൻഭാഗം. ഒന്നുകൂടി ഞാൻ ദുആ ചെയ്യാം. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ വഫീ ബസരി നൂറാ വഫീ സമഇ നൂറാ വഅൻ യമീനി നൂറാ വഅൻ യസാരി നൂറാ വഫൗഖി നൂറാ വതഹ്തി നൂറാ വഅമാമി നൂറാ വഖൽഫി നൂറാ വഅൽഹിംനി നൂറാ. അല്ലാഹുവേ, എന്റെ ഹൃദയത്തിൽ വെളിച്ചം നൽകണേ അല്ലാഹ്. കണ്ണിൽ വെളിച്ചം നൽകണേ അല്ലാഹ്. ചെവിയിൽ വെളിച്ചം നൽകണേ അല്ലാഹ്. മുകളിൽ വെളിച്ചം നൽകണേ അല്ലാഹ്. താഴെ വെളിച്ചം നൽകണേ അല്ലാഹ്. വലതു ഭാഗത്ത്, ഇടതു ഭാഗത്ത് വെളിച്ചം നൽകണേ അല്ലാഹ്. നൂറ് കൊണ്ട്, വെളിച്ചം കൊണ്ട്, പ്രകാശം കൊണ്ട് നീ എന്നെ ആവരണം ചെയ്യണേ അല്ലാഹ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വെളിച്ചം നൽകി നമ്മുടെ മുഖത്തെയും ശരീരത്തെയും അല്ലാഹു ഏറ്റെടുക്കട്ടെ. ഇനി ഞാൻ മുഖം കറുത്തു പോകാൻ കാരണമാകുന്ന വിഷയങ്ങൾ വിശദീകരിക്കാതെ ഞാൻ പറഞ്ഞു തരാം. ഹൃദയം കറുക്കാൻ കാരണമാകുന്നത് നാളെ ആഖിറത്തിലെത്തിയാൽ ഹൃദയവും മുഖവും ശരീരവുമെല്ലാം ചില മുഖങ്ങൾ വെളുക്കുമെന്നും ചില മുഖങ്ങൾ കറുക്കുമെന്നല്ലേ പറഞ്ഞത്? മുഖം കറുക്കാനുള്ള ഒന്നാമത്തെ കാരണം കഫറത്തുൽ കലാം, ഒരുപാട് സംസാരമാണ്. നാളെ നിയന്ത്രിക്കാതെ അനിയന്ത്രിതമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചാറ്റർ ബോക്സ്, നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരെന്ന്. രണ്ട്, അല്ലാഹു പറഞ്ഞത് ചെയ്യാതെ, ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരിക്കുക, ചെയ്യല്ലേ എന്ന് പറഞ്ഞത് ചെയ്യുക. ഈ വിഭാഗം ആളുകളുടെ ഹൃദയവും മുഖവും ശരീരവും കറുത്തു പോകുമെന്നാണ്. മൂന്നാമത്തേത് കഫറത്തുൽ ലഹ്ബ്, ഒരുപാട് ചിരിക്കുന്നവർ, തമാശ മാത്രമേ ആയിട്ടുള്ളൂ, ചിരി മാത്രമേ ഇങ്ങനെ ചിരിക്കാൻ വേണ്ടി ജീവിക്കുന്നവർ. നാലാമത്തേത് കഫറത്തുൽ അഖ്ലി, ഒരുപാട് തിന്നുന്നത്. അഞ്ചാമത്തേത് കഫറത്തുൽ ദുനൂബ്, ഒരുപാട് ദോഷങ്ങൾ ചെയ്യുന്നത്. ആറാമത്തെ
രണ്ടാമത്തേത് സുഹബത്തു സൂഇ, ചീത്ത ചങ്ങാതിമാരുണ്ടായാൽ, ചങ്ങാതിമാർ മോശമായാൽ ശ്രദ്ധിക്കണേ. ഒന്നുകൂടി ഞാൻ പറയാം, ചങ്ങാതിമാർ മോശമായാൽ ഹൃദയം കറുത്തു പോകുമെന്നാണ്, നമ്മുടെ മുഖം കറുത്തു പോകുമെന്നാണ്, നമ്മുടെ ശരീരം കറുത്തു പോകുമെന്നാണ്, ഖബറിടം ഇരുട്ടറയാകുമെന്നാണ്, നാളെ മഹ്ശറയും ഇരുണ്ടു പോകുമെന്നാണ്. അല്ലാഹു കാത്തു സംരക്ഷിക്കട്ടെ. അതേപോലെ തന്നെ തെറ്റുകൾ വർദ്ധിക്കുകയാണെങ്കിൽ, ചീത്ത വർദ്ധിക്കുകയാണെങ്കിൽ, ചിരി വർദ്ധിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ അല്ലാഹു പറഞ്ഞതിൽ നിന്ന് വിപരീതമായി ചെയ്യാൻ തുടങ്ങിയാൽ, സംസാരം വർദ്ധിക്കുകയാണെങ്കിൽ, ഇതുകൊണ്ടെല്ലാം നമ്മുടെ ഹൃദയം മുഴുവനുമായി കറുത്തു പോകുമെന്ന് നാളെ പാരത്രികരോടൊത്ത് വെളിച്ചമില്ലാതെ തപ്പേണ്ടി വരുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല മുഖം പ്രകാശിക്കുന്ന വിഭാഗങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മരണപ്പെട്ടു പോയ കബറിടങ്ങൾ അല്ലാഹുവേ നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാഹ്, വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്, സ്വർഗീയമാക്കി കൊടുക്കണേ അല്ലാഹ്. ജീവിതത്തിൽ അവർ വല്ല തെറ്റുകുറ്റങ്ങളും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ ഈ മഹത്തായ സ്വതക്കയുടെ ബറക്കത്തുണ്ട്, അവർക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ പിതാവ്, അതുപോലെ ഭാര്യ ഗർഭിണിയാണ്, അല്ലാഹു തആല സുഖപ്രസവം നൽകട്ടെ. മരണപ്പെട്ടു പോയ പിതാവിന്റെ കബറിടം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. മാതാപിതാക്കളുടെ തൃപ്തി ലഭിച്ച മക്കളിൽ അല്ലാഹു ഇവരെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുവേ നിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അല്ലാഹുവേ നിന്റെ തൃപ്തി നിന്റെ തൃപ്തി എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. ഈ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിൽ സംഭാവന ചെയ്ത ആളുകൾ, അവരൊക്കെ മാതാപിതാക്കളുടെ തൃപ്തി ലഭിച്ചവരിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ റബ്ബന അർഹംഹും കമാ റബ്ബൗനാ സിഗാറാ. അർഹമർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ ഇനിയുള്ള കാലം തെറ്റു ചെയ്യാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. اللهم أنت ربي لا إله إلا أنت خلقتني أنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അല്ലാഹുവേ ഞങ്ങളാരും നിന്നോടുള്ള ധിക്കാരം കൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല റബ്ബേ. അല്ലാഹുവേ നിന്നോടുള്ള വെല്ലുവിളിയായിട്ട് ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല റബ്ബേ. ഞങ്ങളിൽ നിന്നറിയാതെ വന്നത്, അനിയന്ത്രിതമായി വന്നത് എല്ലാം ഞങ്ങൾ ഏറ്റു പറയുകയാണല്ലോ. ഇനി ഞങ്ങൾ ഒരിക്കലും ആവർത്തിക്കില്ല റബ്ബേ. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. തെറ്റിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്ന് ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന ഉറപ്പോടെ നിന്നോട് ഞങ്ങൾ തൗബ ചെയ്ത് മടങ്ങുകയാണല്ലോ. കഴിഞ്ഞതൊക്കെ നീ മാപ്പ് നൽകണേ റബ്ബേ. ഇനിയുള്ള കാലം തെറ്റു ചെയ്യാതെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. اللهم اغفر لنا ولوالدينا ربنا ارحمهم كما ربونا صغارا. അല്ലാഹുവേ നമ്മുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, രാത്രിയിലത്തെ വൈകിയാലും ഉറങ്ങാതെ കാത്തിരിക്കുന്ന ഉമ്മമാരുണ്ട്, എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ ഓർത്ത് കരയുന്ന വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട്. അല്ലാഹുവേ അവർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ റബ്ബേ. മാറാരോഗങ്ങളിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്. ശർറായ ഖലായിൽ നിന്ന് കാക്കണേ റബ്ബേ. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും നീ കാക്കണേ അല്ലാഹ്. ഈമാൻ സലാമത്തായി പുഞ്ചിരിയോടെ മരണപ്പെടാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരണപ്പെടാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിൽ സംഭാവന ചെയ്തവരുണ്ട് റബ്ബേ. അല്ലാഹുവേ അവരുടെ കബറിടത്തിലേക്ക് ഈ സംഭാവന നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇന്നത്തെ രാത്രി തന്നെ അവരെങ്ങാനും ശിക്ഷിക്കപ്പെടുന്നവരാണെങ്കിൽ അല്ലാഹുവേ ഇന്നത്തെ രാത്രി തന്നെ ആ ശിക്ഷയെ നീ ഉയർത്തണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെ ജീവിതത്തിൽ ചെയ്ത തെറ്റുകുറ്റങ്ങളുടെ ശിക്ഷ അനുഭവിക്കുന്നുവെങ്കിൽ ഈ മക്കളുടെ പ്രാർത്ഥന കാരണം അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അവരുടെ കബറിടം നീ വിശാലമാക്കണേ അല്ലാഹ്. അവരുടെ കബറിടം നീ സ്വർഗീയമാക്കണേ അല്ലാഹ്. ഹിസാബില്ലാത്ത അദാബില്ലാത്ത സ്വർഗം നൽകണേ അല്ലാഹ്. നാളെ ഈ മക്കളുടെ കൂടെ മാതാപിതാക്കളുടെ കൂടെ സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കാൻ ഒന്നിച്ചു കൂടിയിരിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ഇനി സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കുന്നവരാണെങ്കിൽ ഈ മഹത്തായ സ്വതക കൊണ്ടവരുടെ
ദർജയെ നീ ഉയർത്തണേ അല്ലാ. അല്ലാഹുവേ, അവർക്ക് അത്ഭുതകരമായ ഈ മാറ്റം കാണും. ഇന്നത്തെ രാത്രി തന്നെ നീ മാറ്റം കൊടുക്കണേ റബ്ബേ. ഈ മക്കളുടെ പ്രാർത്ഥനയും സദഖയും നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ആത്മാർത്ഥമായിട്ടാണ് ഈ മക്കൾ നൽകിയത്. തള്ളിക്കളയല്ല റബ്ബേ, തള്ളിക്കളയല്ല റബ്ബേ. എന്റെ ഹബീബിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് സദഖ ചെയ്തതും ദുആ ചെയ്തതും. തള്ളിക്കളയല്ല റബ്ബേ, നീ സംരക്ഷിക്കണേ അല്ലാ. അർഹമറാഹിമായ അല്ലാഹുവേ, സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കുന്നവരാണെങ്കിൽ ഉന്നതമായ ദർജയും സ്ഥാനവും നീ നൽകണേ അല്ലാ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ ഞങ്ങളുടെ മക്കളെ പരസ്പരം കൺകുളിർമയുള്ളവരിൽ ചേർക്കണേ അല്ലാ. അല്ലാഹുവേ, വിവാഹപ്രായമെത്തിയവർക്ക് ബഹുവത്ത ഇണകളെ നൽകണേ അല്ലാ. കല്യാണ പ്രായമെത്തിയവർക്ക് സാലിഹീകളായ ഇണകളെ നൽകണേ അല്ലാ. കല്യാണം കഴിഞ്ഞവർക്ക് സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. മക്കളില്ലാതെ നീ ഒരാളെയും പരീക്ഷിക്കല്ല റബ്ബേ. നൽകിയ മക്കൾക്ക് ബുദ്ധിശക്തി നൽകണേ അല്ലാ, ഓർമ്മശക്തി നൽകണേ അല്ലാ. നാടിനും സമുദായത്തിനും മാതാപിതാക്കൾക്കും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അർഹമറാഹിമായ അല്ലാഹുവേ, ഗർഭിണികളുണ്ട് റബ്ബേ, സുഖപ്രസവം നൽകണേ അല്ലാ. ആഫിയത്തും ആരോഗ്യവുമുള്ള സാലിഹീങ്ങളായ കൺകുളിർമയുള്ള മക്കളെ സുഖപ്രസവത്തിലൂടെ നൽകണേ അല്ലാ. പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും വിജയം നൽകണേ അല്ലാ. അർഹമറാഹിമായ അല്ലാഹുവേ, اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തന്ന നിഅമത്ത് ഞങ്ങളുടെ മരണം വരെ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ, നീ തന്ന ആരോഗ്യം മരണം വരെ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ, മാറാ രോഗങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. ശർറായ ഖലായിൽ നിന്ന് കാക്കണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും നീ കാക്കണേ അല്ലാ. اللهم احفظنا واحفظ أهلنا من جميع البلايا والأعداء والأمراض وقهم شر ما قضيت بحق ألف لا حول ولا قوة إلا بالله العلي العظيم وبحق حسبنا الله ونعم الوكيل نعم المولى ونعم النصير. ഈ മഹത്തായ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ സംരക്ഷണം നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളുടെ സംരക്ഷണം നീ ഏറ്റെടുക്കണേ അല്ലാ. അർഹമറാഹിമായ അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റബ്ബേ. കേസിൽ കൊടുക്കുന്നവരുണ്ട് റബ്ബേ, നിന്റെ മഹത്തായ ഫضل കൊണ്ട് അദ്ദേഹം ചെയ്ത സദഖയുടെ ബർക്കത്ത് കൊണ്ട് എല്ലാവരുടെ കേസിൽ നിന്ന് നീ കാക്കണേ റബ്ബേ. ആരെങ്കിലും അന്യായമായി നിരപരാധിയായ ആളുകളെ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, അവർക്ക് നിന്റെ സംരക്ഷണം നൽകണേ റബ്ബേ. നിന്റെ ഹിഫ്ള് അവർക്ക് നൽകണേ റബ്ബേ. വീട്ടിലും കുടുംബത്തിലും മക്കളിലും ബർക്കത്ത് ചെയ്യണേ റബ്ബേ. അല്ലാഹുവിന്റെ അന്വേഷണങ്ങളിൽ നിന്ന് മഹാനുഭാവന്റെ ദർജ നീ ഉയർത്തണേ റബ്ബേ. അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിലും മുഖത്തിലും നീ പ്രകാശം നൽകണേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ ഏറ്റെടുക്കണേ റബ്ബേ. സഹായിക്കുന്നവരെ നീ ഏറ്റെടുക്കണേ റബ്ബേ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ റബ്ബേ. ഇന്നേവരെ ആരൊക്കെയാണോ മാതാപിതാക്കളുടെ പേരിൽ സംഭാവന ചെയ്ത് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തത് എല്ലാ കബറാളികൾക്കും നീ സ്വർഗീയ സുഖങ്ങൾ നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും മുത്തഖി വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ അവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീന ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.